Good evening. Sir. Yes, sir. നമ്മള് കഴിഞ്ഞ 2 ദിവസമായിട്ട് മോഷൻ അലോങ് എ സ്ട്രൈറ്റ് ലൈനിലാണ്. ആ ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടെക്സ്റ്റ് ബുക്കിൽ ഒരുവിധം പോർഷൻസ് മുഴുവൻ കവർ ചെയ്യുന്നുണ്ട്. റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒഴികെ ബാക്കിയെല്ലാം ഫോക്കസ് ഏരിയയിൽ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ചാപ്റ്ററിനെ നല്ല സീരിയസ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. മുമ്പെടുത്ത വീഡിയോകളൊക്കെ കാണുക, സംശയങ്ങൾ എന്തുണ്ടെങ്കിലും ചോദിക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സോട് കൂടിയിട്ട് നമ്മൾ ആ ചാപ്റ്ററിനെ വൈൻഡ് അപ്പ് ചെയ്യണം. ചാപ്റ്റർ 1 ഫിസിക്കൽ വേൾഡ്, ചാപ്റ്റർ 2 യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്, ചാപ്റ്റർ 3 മോഷൻ അലോങ് എ സ്ട്രൈറ്റ് ലൈൻ. അപ്പൊ ഈ 3 ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഏകദേശം ജയിക്കാനുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ ആയി തുടങ്ങിയിട്ടുണ്ട്. 3 ചാപ്റ്ററും കൂടി പഠിക്കുമ്പോഴേക്ക് ഏകദേശം ഒരു 18 മാർക്കോളം കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾ +1 ജയിച്ചു എന്ന ഉറപ്പ് വരുത്തണം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ഡബിൾ പാസിലേക്കും A+ലേക്കും 100% മാർക്കിലേക്കുമാണ് യാത്ര തുടരേണ്ടത്. അപ്പൊ ഇന്നലെ പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നമ്മൾ ഈ ചാപ്റ്ററിൽ ബേസിക് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം 1, 2, 3 ഡയമെൻഷണൽ മോഷൻ നന്നായിട്ട് അറിയാം. പോയിന്റ് ഒബ്ജക്റ്റ് എന്താണെന്ന് അറിയാം. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ് അത് തമ്മിലുള്ള വ്യത്യാസം വെച്ചിട്ട് ചെറിയ പ്രോബ്ലങ്ങൾ ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യാൻ അറിയണം. സ്പീഡ്, വെലോസിറ്റി, യൂണിഫോം സ്പീഡ്, യൂണിഫോം വെലോസിറ്റി, ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റി, വളരെ പ്രധാനപ്പെട്ട സ്ഥലം. ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റി പ്രോബ്ലം ചെയ്യാൻ ചോദിക്കും. ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കുന്ന സ്ഥലങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സീറോ ഡിസ്റ്റൻസ്, നോൺ സീറോ ഡിസ്പ്ലേസ്മെന്റ് ഇമ്പോസിബിൾ, സീറോ ഡിസ്പ്ലേസ്മെന്റ്, നോൺ സീറോ ഡിസ്റ്റൻസ് പോസിബിൾ, യൂണിഫോം വെലോസിറ്റി, നോൺ യൂണിഫോം സ്പീഡ് ഇമ്പോസിബിൾ, യൂണിഫോം സ്പീഡ്, നോൺ യൂണിഫോം വെലോസിറ്റി പോസിബിൾ. അതുപോലെ ഇന്ന് ഞാൻ ചോദിക്കാൻ തുടങ്ങുന്ന ആദ്യത്തെ ചോദ്യം, velocity is non-zero but acceleration is 0. Is it possible? Velocity is non-zero but acceleration is 0. Possible ആണോ അല്ലയോ? പോസിബിൾ ആണ്. യൂണിഫോം മോഷൻ, യൂണിഫോം മോഷനിൽ വെലോസിറ്റി 0 അല്ല, ബട്ട് ആക്സിലറേഷൻ ഈസ് 0. സ്വാഭാവികമായിട്ട് അടുത്ത ചോദ്യം, velocity is 0 but acceleration is non-zero. Velocity is 0 but acceleration is non-zero. മോസ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്, ട്രൂ ആണ് സ്റ്റേറ്റ്മെന്റ്. എക്സാമ്പിൾ, when a body is thrown vertically up, when a body is thrown vertically up at the highest point, velocity is 0 but acceleration is -g. അപ്പൊ ആക്സിലറേഷൻ 0 അല്ലാതെ വെലോസിറ്റി 0 ആകാം. ഒരു വസ്തുവിനെ നേരെ മുകളിലേക്ക് എറിഞ്ഞാൽ ഏറ്റവും ഉയരത്തിലെത്തുമ്പോൾ വെലോസിറ്റി 0 ആണ്, ആക്സിലറേഷൻ മൈനസ് ആക്സിലറേഷൻ ഗ്രാവിറ്റി. ഒരു എക്സാമ്പിളും കൂടി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോ ഓസിലേഷൻസ് പഠിച്ചപ്പോ, ഓസിലേഷൻസ് സിമ്പിൾ ഹാർമോണിക് മോഷൻ പഠിച്ചപ്പോ, അറ്റ് ദ എക്സ്ട്രീം പൊസിഷൻസ്, ഓസിലേഷൻസിലെ, സിമ്പിൾ പെൻഡുലത്തിലെ, സിമ്പിൾ ഹാർമോണിക് മോഷനിലൊക്കെ extreme positions velocity is 0 but acceleration is non-zero. അപ്പൊ ഓർമ്മയിൽ വെച്ചോളൂ, ഈ 2 എക്സാമ്പിളും വെലോസിറ്റി 0 ആയാലും ആക്സിലറേഷൻ 0 ആവാതിരിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങളും അവിടുന്ന് പ്രതീക്ഷിക്കും. പിന്നീട് നമ്മൾ യൂണിഫോം മോഷന്റെ ഇക്വേഷനും പൊസിഷൻ ടൈം ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫും കടന്നുപോയി. പൊസിഷൻ ടൈം ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ്, slope gives uniform velocity.
വെലോസിറ്റി ടൈം ഗ്രാഫ്, സ്ട്രൈറ്റ് ലൈൻ വിത്തൗട്ട് സ്ലോപ്പ്, ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ്. പിന്നീട് നോൺ യൂണിഫോം മോഷനിൽ ആക്സിലറേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആക്സിലറേഷനെ യൂണിഫോം ആക്സിലറേഷൻ എന്താണെന്ന് പറഞ്ഞു. ഈക്വൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ ഈക്വൽ ഇന്റർവൽസ് ഓഫ് ടൈം. പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, വാട്ട് ഈസ് യൂണിഫോം ആക്സിലറേഷൻ, യൂണിഫോമലി ആക്സിലറേറ്റഡ് മോഷൻ. അത് കഴിഞ്ഞ് അതിന്റെ ഇക്വേഷൻസ്, യൂണിഫോമലി ആക്സിലറേറ്റഡ് മോഷന്റെ, വൺ ഡയമെൻഷണൽ മോഷന്റെ 3 ഇക്വേഷൻസ് ഓഫ് മോഷൻ. v equal to u plus at, s equal to ut plus half at square, v square is equal to u square plus 2as. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ tth സെക്കൻഡ് st equal to u plus a into t minus half. 4 ഇക്വേഷൻസ് ബൈ ഹാർട്ട്. പോസിറ്റീവ് ആക്സിലറേഷൻ മീൻസ് സ്പീഡ് ഈസ് ഇൻക്രീസിംഗ്, നെഗറ്റീവ് ആക്സിലറേഷൻ മീൻസ് സ്പീഡ് ഈസ് ഡിക്രീസിംഗ്. എപ്പോഴും അങ്ങനെ പറയണം എന്നില്ല. എപ്പോഴും പോസിറ്റീവ് ആക്സിലറേഷൻ സ്പീഡ് കൂടില്ല, എപ്പോഴും നെഗറ്റീവ് ആക്സിലറേഷൻ സ്പീഡ് കുറയില്ല. അതാണ് ഇന്നലെ നമ്മൾ വീണ്ടും പറഞ്ഞു. പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് മോഷനിലാണെങ്കിലാണ് പോസിറ്റീവ് ആക്സിലറേഷൻ സ്പീഡ് കൂടുതലും നെഗറ്റീവ് ആക്സിലറേഷൻ സ്പീഡ് കുറയലും. ഇഫ് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഈസ് നെഗറ്റീവ്, നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് മോഷനിൽ കല്ല് താഴേക്ക് വീഴുമ്പോൾ പോസിറ്റീവ് ആക്സിലറേഷൻ മീൻസ് സ്പീഡ് ഡിക്രീസിംഗ്, നെഗറ്റീവ് ആക്സിലറേഷൻ മീൻസ് സ്പീഡ് ഇൻക്രീസിംഗ്. നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് മോഷനിൽ നെഗറ്റീവ് ആക്സിലറേഷൻ ആണ് സ്പീഡ് കൂടുക, പോസിറ്റീവ് ആക്സിലറേഷൻ സ്പീഡ് കുറയുകയാണ്. എക്സാമ്പിൾ ആണ്, കല്ല് താഴേക്ക് വരുമ്പോൾ നെഗറ്റീവ് ഡയറക്ഷൻ ആണ് മോഷൻ, സ്പീഡ് കൂടുകയാണ്. അതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നെഗറ്റീവ് ആയിട്ട് അപ്പോൾ എടുക്കാൻ കാരണം. അപ്പൊ ആ ഒരു പോയിന്റ് ഓർമ്മിക്കുക. അപ്പൊ എപ്പോഴും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ചോദിക്കും, നെഗറ്റീവ് ആക്സിലറേഷൻ എപ്പോഴും സ്പീഡ് കൂടുന്നത് കാണിക്കുമോ, നെഗറ്റീവ് ആക്സിലറേഷൻ എപ്പോഴും സ്പീഡ് കുറയുന്നത് കാണിക്കും. അങ്ങനെ നെഗറ്റീവ് ആക്സിലറേഷൻ സ്പീഡ് കുറയുന്നതാണോ എപ്പോഴും കാണിക്കുക? അല്ല. പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് മോഷൻ ആവുമ്പോൾ നെഗറ്റീവ് ആക്സിലറേഷൻ സ്പീഡ് കുറയുന്നതാണ് കാണിക്കുക. പക്ഷേ നെഗറ്റീവ് ഡയറക്ഷൻ ഓഫ് മോഷനിൽ നെഗറ്റീവ് ആക്സിലറേഷൻ കാണിക്കുന്നത് സ്പീഡ് കൂടുന്നതിനെയാണ്. ദെൻ നമ്മൾ ഗ്രാഫുകൾ വരച്ചു. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ഈസ് എ പരാബോള. അത് പോസിറ്റീവ് ആക്സിലറേഷനും നെഗറ്റീവ് ആക്സിലറേഷനും വരുന്ന പരാബോളകൾ നമ്മൾ കണ്ടു. ഓക്കെ, സ്ലോപ്പ് കൂടുമ്പോൾ പോസിറ്റീവ് ആക്സിലറേഷൻ, സ്ലോപ്പ് കുറയുമ്പോൾ നെഗറ്റീവ് ആക്സിലറേഷൻ വരുന്നത് പറഞ്ഞു. സ്ലോപ്പ് ഗീവ്സ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് parabola of uniformly accelerated motion is instantaneous velocity. Then the shape of the velocity time graph is a straight line with the slope, and the slope of velocity time graph gives uniform acceleration. The area under the velocity time graph gives displacement. അപ്പോ വെലോസിറ്റി ടൈം ഗ്രാഫ് വരച്ച് v സമം u plus at ഉം s സമം ut plus half at സ്ക്വയറും v സ്ക്വയർ സമം u സ്ക്വയർ പ്ലസ് 2as ഉം ഡിറൈവ് ചെയ്യാൻ എഴുതി 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 പഠിച്ചോളാ. 5 മാർക്ക് വരെ ചോദിക്കും. അത് ഇന്നലെ നമ്മൾ പറഞ്ഞു. ഇനി യൂണിഫോംലി ആക്സിലറേറ്റഡ് അല്ലെങ്കിൽ റിട്ടാർഡഡ് മോഷൻ എക്സാമ്പിൾ ആയിരുന്നു ഫ്രീലി ഫാളിങ്ങും മുകളിലേക്ക് എറിയലൊക്കെ, മോഷൻ അണ്ടർ ഗ്രാവിറ്റി. അപ്പൊ ഒരു വസ്തു മുകളിലേക്ക് എറിയുമ്പോൾ, ഒരു വസ്തു താഴേക്ക് വീഴുമ്പോൾ, മുകളിലേക്ക് പോയി താഴേക്ക് വീഴുമ്പോൾ, താഴേക്ക് വന്ന് മുകളിലേക്ക് പോകുമ്പോൾ, ഇത്രയും കാര്യങ്ങളുടെ വെലോസിറ്റി ടൈം ഗ്രാഫും സ്പീഡ് ടൈം ഗ്രാഫും ഇന്നലെ വരയ്ക്കാൻ പഠിച്ചു. ഞാൻ അതിന്റെ ഒരു 2 ഭാഗങ്ങൾ കൂടി പറഞ്ഞിട്ട് നമ്മളെ ടോപ്പിക്കിലേക്ക് കയറുകയാണ്. ഒരു കല്ല് മുകളിലേക്ക് എറിയുന്നതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്താണ്? കല്ല് മുകളിലേക്ക് എറിയുന്നതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ്. മുകളിലേക്ക് എറിയുന്നത് പോസിറ്റീവ് ഡയറക്ഷൻ ആയതുകൊണ്ട് പോസിറ്റീവ് ആക്സിസിൽ തന്നെ വരയ്ക്കാം, y ആക്സിസിൽ. ടൈം മുകളിലേക്ക് എറിയുമ്പോൾ വെലോസിറ്റി കുറഞ്ഞ് 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 ഏറ്റവും മുകളിൽ എത്തുമ്പോൾ വെലോസിറ്റി 0 അല്ലെ? അപ്പൊ സ്ലോപ്പ്, പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പാണ് വെലോസിറ്റി. അപ്പൊ സ്ലോപ്പ് കുറഞ്ഞ് 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 ഏറ്റവും മുകളിൽ എത്തുമ്പോൾ സ്ലോപ്പ് 0 ആവണം. സോ ഗ്രാഫ് ഈസ് ലൈക്ക് ദിസ്. Position time graph of a stone thrown vertically up reaches the maximum height. Ini, what is the position time graph of a stone dropped, freely falling? താഴേക്ക് വരുമ്പോൾ ഡയറക്ഷൻ നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് y ആക്സിസിൽ വരയ്ക്കുക. അപ്പൊ പൊസിഷനെ നെഗറ്റീവ് y ആക്സിസ് കാണിച്ചു. ഇനി താഴേക്ക് വരുമ്പോൾ വെലോസിറ്റി കൂടി 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 വരണം, അതായത് സ്ലോപ്പ് കൂടി കൂടി വരണം.
ചെരിവ് കുത്തനെയായി വരണം. ഗ്രാഫ് ഈസ് ലൈക്ക് ദിസ്. അപ്പൊ ഈ രണ്ട് ഗ്രാഫുകൾ, ഇത് കല്ല് മുകളിലേക്ക് പോകുന്നതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ്, ഇത് കല്ല് താഴേക്ക് വരുന്നതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതിൽ ആക്സിലറേഷൻ ടൈം ഗ്രാഫും കൂടി വരയ്ക്കണം. കല്ല് മുകളിലേക്ക് പോകുമ്പോഴുള്ള ആക്സിലറേഷൻ ടൈം ഗ്രാഫ്, കല്ല് മുകളിലേക്ക് പോയാലും കല്ല് താഴേക്ക് വന്നാലും എപ്പോഴും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അതെപ്പോഴും നെഗറ്റീവ് സൈനിൽ എഴുതണം. കാരണം ഡയറക്ഷൻ താഴേക്കായതുകൊണ്ട്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എപ്പോഴും താഴേക്കായതുകൊണ്ട് എപ്പോഴും -g ആയിരിക്കണം. രണ്ടെണ്ണവും യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ആണ്. അതുകൊണ്ട് നെഗറ്റീവ് ആക്സിസിലായിരിക്കണം ആക്സിലറേഷനെ കാണിക്കുന്നത്. അപ്പൊ ഈ രണ്ടെണ്ണത്തിന്റെയും -g. കല്ല് മുകളിലേക്ക് പോയാലും കല്ല് താഴേക്കായാലും ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഈസ് ദിസ്. യൂണിഫോം ആക്സിലറേഷൻ ആണ്, ആക്സിലറേഷൻ സെയിം ആണ്, അത് -g ആണ്. നാലാമത്തെ ക്വാഡ്രന്റിൽ തന്നെ വരയ്ക്കും. അപ്പൊ നമ്മൾ കല്ല് മുകളിലേക്ക് പോയതിന്റെയും താഴത്തേക്ക് വരുന്നതിന്റെ ഒക്കെ സ്പീഡ് ടൈം ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫും പൊസിഷൻ ടൈം ഗ്രാഫും ആക്സിലറേഷൻ ടൈം ഗ്രാഫും വരയ്ക്കാൻ പഠിച്ചു. ഇത് നിങ്ങൾ സ്വയം റീപ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ കേട്ടിരിക്കാൻ സുഖാണ്, പക്ഷെ സ്വന്തമായി വരയ്ക്കുമ്പോൾ അത് തെറ്റ് ഉണ്ടാകുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് ക്ലിയർ ആക്കുക. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നമ്മൾ ഇന്നലെ ആ വരച്ച ഗ്രാഫുകളുടെ ഒരു കംപ്ലീറ്റ് ആക്കാനുണ്ടായിരുന്ന കാര്യം. ഇനി നമ്മൾ പോകുന്നത് ഗ്രാഫിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അതുപോലെ തന്നെ ഇക്വേഷൻസിനെ, കൈനമാറ്റിക് ഇക്വേഷൻസ് ആണ് നേരത്തെ പറഞ്ഞ V = U + AT ഒക്കെ. അത് ഉപയോഗിക്കാനും നിങ്ങൾ അറിയോ എന്ന് നോക്കൂ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് പബ്ലിക് എക്സാമിനേഷൻ ഉണ്ടാവും. മാത്രമല്ല ഇവിടുന്ന് അങ്ങോട്ടുള്ള കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്കൊക്കെ അത് വേണം. അപ്പോ അതിനു മുമ്പ് ഞാൻ രണ്ട് വാക്കുകൾ ഒന്ന് പറയാൻ പോവാ. ഒന്ന്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. തന്നെ വിചാരിക്കാം. ഒരു വസ്തു യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുക. അപ്പൊ അതിന് ഉള്ള ഇനീഷ്യൽ വെലോസിറ്റി u ആണ്, അതിന്റെ ആക്സിലറേഷൻ a ആണ്. അപ്പൊ a യൂണിഫോം ആക്സിലറേഷനോട് കൂടി u വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റിയിൽ ഒരു വസ്തു ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ആക്സിലറേഷൻ കൊടുത്തു, അതായത് ബ്രേക്ക് അമർത്തി, യൂണിഫോം റിട്ടാർഡേഷൻ വന്നു. ഈ ആക്സിലറേഷൻ റിട്ടാർഡേഷൻ ആണ്, സ്പീഡ് കുറച്ചു. അങ്ങനെ അവസാനം സ്റ്റോപ്പ്ഡ് ആയി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി 0 ആയി. ഒരു ബ്രേക്ക് അമർത്തി വാഹനം നിർത്തി നടത്തും. അപ്പൊ ബ്രേക്ക് അമർത്തി എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. എന്തിനുള്ള ഫോഴ്സ് ആണ്? സ്പീഡ് കുറയ്ക്കാനുള്ള ഫോഴ്സ് ആണ്. സ്പീഡ് കുറയ്ക്കാനുള്ള ഫോഴ്സിനെ നമ്മൾ സാധാരണ പറയാ റിട്ടാർഡിങ് ഫോഴ്സ് എന്ന് പറയും. റിട്ടാർഡേഷൻ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പൊ ഒരു റിട്ടാർഡിങ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് അമർത്തി വാഹനം സ്റ്റോപ്പ് ചെയ്തു, അല്ലെങ്കിൽ ആ ബോഡി സ്റ്റോപ്പ്ഡ് ആയി. റിട്ടാർഡിങ് ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ആ ബോഡി സ്റ്റോപ്പ്ഡ് ആകുന്നതിനിടയിൽ അത് സഞ്ചരിക്കുന്ന, ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. അപ്പൊ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് വണ്ടി നിൽക്കുന്നതിന് മുമ്പ് പോയ ദൂരം, റിട്ടാർഡിങ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ആ ബോഡി സ്റ്റോപ്പ് ചെയ്യുന്നതിന് മുമ്പ് ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് ഓർ ഡിസ്റ്റൻസ് ഈസ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. നിൽക്കുന്നതിന് മുമ്പ് സഞ്ചരിച്ച ദൂരം. എപ്പോ? ഫോഴ്സ് അപ്ലൈ ചെയ്ത് നിൽക്കാൻ ശ്രമിച്ചു തുടങ്ങിയിട്ട് നിൽക്കുന്നതിനിടയിൽ സഞ്ചരിച്ച ദൂരം. ബ്രേക്ക് അപ്ലൈ ചെയ്തതിനു ശേഷം വണ്ടി നിൽക്കുന്നതിനിടയ്ക്ക് സഞ്ചരിച്ച ദൂരം എത്ര? അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി u, റിട്ടാർഡേഷൻ ഈസ് a, ഫൈനൽ വെലോസിറ്റി സ്റ്റോപ്പ്ഡ് ആയതുകൊണ്ട് 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ എഴുതാൻ പറ്റുക? v², സമയമൊന്നും ഇല്ലാത്ത ഇക്വേഷൻ ആണ്. അപ്പൊ v² = u² + 2as. സമയത്തിനെ കുറിച്ച് പറയാത്തത്. സോ v² = 0 കൊടുത്തു, കാരണം ഫൈനൽ വെലോസിറ്റി സ്റ്റോപ്പ്ഡ് ആയി 0 ആയി. u², റിട്ടാർഡേഷൻ ആയതുകൊണ്ട് എക്ക് നെഗറ്റീവ് സൈൻ കൊടുക്കുക, അപ്പൊ -2as. സോ u² = 2as. അങ്ങോട്ട് കൊണ്ട് മാറ്റി. സോ ആ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് s = u² / 2a. വെരി ഇമ്പോർട്ടന്റ്. u വെലോസിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിനെ ബ്രേക്ക് അമർത്തിയതിനു ശേഷം നിൽക്കുന്നതിന് മുമ്പ് സഞ്ചരിച്ച ദൂരം, അതായത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഈസ് u² / 2a, where u is the initial velocity and a is its retardation. a is acceleration എന്നല്ല പറയേണ്ടത്, retardation. ഫോർമുല u² / 2a ഓർമ്മിക്കുക. ഇനി ഇതിൽ നിന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഞാൻ പറയാം. ഒരു കാറും ഒരു വലിയ ട്രക്കും, വലിയ ലോറിയും ഒരു കാറും ഒരേ വെലോസിറ്റിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാൾക്കാർക്കും ഒരേ ആക്സിലറേഷൻ, ഒരേ റിട്ടാർഡേഷൻ ആണ് കൊടുത്തത്. ബ്രേക്ക് അമർത്തിയിട്ട് ഒരേ റിട്ടാർഡേഷൻ ആണ് കൊടുത്തത്.
വിത്ത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, കുറഞ്ഞ ദൂരം കൊണ്ട് നിൽക്കുന്ന വാഹനം ഏതാണ്? വിച്ച് വിൽ ഹാവ് ഷോർട്ടസ്റ്റ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. കാറും മാസ് കുറഞ്ഞൊരു കാറും മാസ് വളരെ കൂടുതലുള്ള ട്രക്കും ഒരേ റിട്ടാർഡേഷൻ ആണ് കൊടുത്തത്, ഒരേ വെലോസിറ്റിയിലാണ് വന്നുകൊണ്ടിരുന്നത്. ഒരേ വെലോസിറ്റിയിലാണ് വന്നുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ യു സെയിം. രണ്ടാൾക്കാർക്ക് ഒരേ റിട്ടാർഡേഷൻ ആണ് കൊടുത്തതെന്ന് പറഞ്ഞാൽ എയും സെയിം. അപ്പൊ പിന്നെ മാസിനായിട്ട് യാതൊരു ബന്ധവും ആ ഇക്വേഷനിലില്ല. അപ്പോ കാറും ആ ലോറിയും ഒരേ ദൂരം സഞ്ചരിച്ചിട്ട് തന്നെയാണ് നിൽക്കുക. സോ ബോത്ത് ഓഫ് ദം ഹാവ് ഈക്വൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. കണ്ടീഷൻ രണ്ടാൾക്കാരുടെ ഇനീഷ്യൽ സ്പീഡ് സെയിം ആണോ എന്ന് ക്വസ്റ്റ്യനിൽ നോക്കുക, രണ്ടാൾക്കാരുടെ റിട്ടാർഡേഷൻ സെയിം ആണോ എന്നും ക്വസ്റ്റ്യനിൽ നോക്കുക. ഇനി ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി മാറും. ആ ക്വസ്റ്റ്യൻ എങ്ങനെയാവും? ആ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ്? ബോത്ത് കാർ ആൻഡ് ട്രക്ക് ഹാവിംഗ് ഇനീഷ്യൽ സെയിം സ്പീഡ് applied equal brake which will have shortest stopping distance. ഒരേ ബ്രേക്ക് അമർത്തി എന്നാ പറഞ്ഞത്. ഒരേ ബ്രേക്ക് അമർത്തി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരേ ഫോഴ്സ് അപ്ലൈ ചെയ്തു. നമുക്കറിയാം ഫോഴ്സ് ഇസ് ഈക്വൽ ടു MA. അപ്പൊ കാറിനും ലോറിക്കും ഒരേ ബ്രേക്ക് അമർത്തി എന്ന് പറഞ്ഞാൽ ഒരേ ഫോഴ്സ് കൊടുത്തു. ഒരേ ഫോഴ്സ് ആണ് കൊടുത്തത്. ആർക്കാണ് മാസ് കൂടുതല്? ലോറിക്കാണ്. ഒരേ ഫോഴ്സ് കൊടുത്താൽ എഫ് സെയിം. എം കൂടുതലാണെങ്കിൽ എഫ് സെയിം ആവണമെങ്കിൽ എ ചെറുതായിരിക്കും. അപ്പോൾ ലോറിക്ക് റിട്ടാർഡേഷൻ കുറവായിരിക്കും, മാസ് കൂടുതലാണ്, കാരണം ഫോഴ്സ് സെയിം ആണ്. അപ്പൊ ലോറിയുടെ റിട്ടാർഡേഷൻ കുറവ്, കാറിന്റെ റിട്ടാർഡേഷൻ കൂടുതൽ, കാരണം മാസ് കുറവാണ്. ഒരേ എഫ് കിട്ടണമെങ്കിൽ എം കുറവായതുകൊണ്ട് എ കൂടണം. റിട്ടാർഡേഷൻ കൂടുതലായാൽ നോക്കൂ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കുറയും. അപ്പൊ ഒരേ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ ഷോർട്ടസ്റ്റ് അതായത് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കുറവുള്ളത് കാറിനായിരിക്കും. കാറ് വേഗം നിൽക്കും, ലോറി അത്ര വേഗം നിൽക്കില്ല. അത്രയും കുറച്ചും കൂടി ദൂരം കഴിഞ്ഞിട്ട് ലോറി നിൽക്കുള്ളൂ. കാരണം ലോറിയുടെ റിട്ടാർഡേഷൻ കുറവാണ്, മാസ് കൂടുതലായതുകൊണ്ട്. ഒരേ ബ്രേക്ക് അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞു. ഒരേ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ കാറാണോ ലോറിയാണോ വേഗം കുറച്ച് ദൂരം കൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ കാറാണ് കുറച്ച് ദൂരം കൊണ്ട് നിൽക്കുക, ലോറി കുറച്ചും കൂടി ദൂരം കഴിഞ്ഞിട്ട് നിൽക്കുള്ളൂ. ആക്സിഡന്റിനുള്ള സാധ്യത കൂടുതലുണ്ട് എന്നർത്ഥം. പെട്ടെന്ന് മുമ്പിൽ ഒരു വണ്ടി കാണുമ്പോഴല്ലേ നമ്മൾ ബ്രേക്ക് അമർത്തുക. അപ്പോ പെട്ടെന്ന് നിൽക്കില്ലെങ്കിൽ മറ്റേ പോയിട്ട് ഇടിക്കും. അപ്പൊ ഒരേ ബ്രേക്ക് അപ്ലൈ ചെയ്താൽ കാറ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൽ നിൽക്കും, അതേ സമയത്ത് ലോറി കുറച്ചും കൂടി ദൂരം കഴിഞ്ഞിട്ടേ സ്റ്റോപ്പ്ഡ് ആവുള്ളൂ. അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കും. വേറൊരു ടൈപ്പ് ഓഫ് ചോദ്യം, ഇത് നിങ്ങളുടെ ക്യൂസ് ക്വസ്റ്റ്യന് ചോദിച്ചതാണ്. ഇഫ് ദ ഇനീഷ്യൽ വെലോസിറ്റി ഓർ സ്പീഡ് ഓഫ് ദ വെഹിക്കിൾ ഈസ് ഡബിൾഡ്, വാട്ട് ഹാപ്പൻസ് ടു ദ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്? ബ്രേക്ക് ഒക്കെ അമർത്തിയത് ഒരേപോലെ തന്നെയാണ്, ഒരേ റിട്ടാർഡേഷൻ തന്നെയാണ് കൊടുത്തത്. പക്ഷെ ഇനീഷ്യൽ വരുന്ന വേഗത കുറച്ച് ഡബിൾ ആയിപ്പോയി. ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന വേഗതയുടെ ഇരട്ടി വേഗത്തിലാണ് പോകുന്നത്. ഒരേ ബ്രേക്ക് അപ്ലൈ ചെയ്തു, ഒരേ റിട്ടാർഡേഷൻ കൊടുത്തു. എന്ത് സംഭവിക്കും സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്? അപ്പൊ എന്താണ്ടായത്? യു ഡബിൾ ചെയ്താൽ 2u ആയി. അപ്പൊ 2u ഹോൾ സ്ക്വയർ ബൈ ഒരേ റിട്ടാർഡേഷൻ ആണ്, ഒരേ ബ്രേക്ക് തന്നെ അപ്ലൈ ചെയ്ത്, അപ്പൊ ബൈ 2a അതേപോലെ തന്നെ എ മാറി. സോ ദാറ്റ്സ് ഈക്വൽ 2 സ്ക്വയർ ചെയ്യുമ്പോൾ 4u സ്ക്വയർ ബൈ 2a എന്ന് വരും. 4u square by 2a, that is 4s. Stopping distance is 4 times height increasing. Initial velocity double ആയാൽ സെയിം ബ്രേക്ക് അല്ലെങ്കിൽ സെയിം റിട്ടാർഡേഷൻ ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വാഹനം നിൽക്കാൻ എടുക്കുന്ന ദൂരം 4 ഇരട്ടിയാവും. ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ആക്സിഡന്റിനൊക്കെയുള്ള സാധ്യത കൂടുതലായി അർത്ഥം. അപ്പൊ ഇത് ഈ ചോദ്യം റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യം. ഇഫ് ദ ഇനീഷ്യൽ സ്പീഡ് ഈസ് ഡബിൾഡ്, വാട്ട് ഹാപ്പൻസ് ടു സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്? ഇറ്റ് ഈസ് മെയ്ഡ് 4 times. കാരണം യു സ്ക്വയർ ബൈ 2a ആണ്. യു ഇരട്ടിയാക്കിയാൽ യു സ്ക്വയർ 4 ഇരട്ടിയായിട്ട് മാറും. സോ 4 ഇരട്ടിയായിട്ട് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് മാറും. നേരത്തെ കാറിന്റെയും ലോറിയുടെയും കാര്യം ഓർമ്മിക്കുക. അപ്പൊ ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ഇനി അടുത്തത് ഇതേപോലെ വരുന്നതാണ്. ഞാൻ ആ വാക്ക് നിങ്ങളോട് മുമ്പ് ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ NCERT അത് കൃത്യമായി പറയുന്ന ഒരു വാക്കാണ്. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ശ്രദ്ധിക്കുക. സയന്റിസ്റ്റിന്റെ പേരിലാണ് ഗലീലിയോ ഓഡ് നമ്പേഴ്സ്. ഗലീലിയോ ഓഡ് നമ്പേഴ്സ്. എന്താ അത് സംഭവം? ഓഡ് നമ്പേഴ്സ്, ഓഡ് നമ്പർ ആരാ? 1, 3, 5, 7 ഒക്കെ. ഗലീലിയോസ് ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കൺസെപ്റ്റ്? യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനില് നിങ്ങൾക്കറിയാം th സെക്കൻഡിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് u പ്ലസ് a ഇൻറ്റു t മൈനസ് ഹാഫ് എന്നുള്ള ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചു. u ഇനീഷ്യൽ വെലോസിറ്റിയും a യൂണിഫോം ആക്സിലറേഷനും ആണെങ്കിൽ ടിയാമത്തെ സെക്കൻഡിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ്.
നമ്മൾ അതിലൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ഈഫ് u ഈക്വൽ ടു 0 സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ആണെന്ന് വിചാരിക്കാം. u ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി 0. സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് എ ബോഡി ഈസ് അണ്ടർഗോയിങ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. സോ S1 ഫസ്റ്റ് സെക്കൻഡിൽ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് u 0 ആണ് കേട്ടോ. ഒന്നാമത്തെ സെക്കൻഡിൽ ആ വസ്തുവിന് ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ u 0 കൊടുക്കുക. ബാക്കി എന്താ ഉണ്ടാവുക? a into 1 minus half. That's equal to half a. ഒന്ന് മൈനസ് ആരാ? അര. അപ്പൊ S2 ഈക്വൽ ടു രണ്ടാമത്തെ സെക്കൻഡ് ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റ് a into 2 minus half. ഇക്വേഷനിൽ u 0 ആണ്. ബാക്കി 2 മൈനസ് ആര എന്ന് പറഞ്ഞാൽ 1.5. 1.5 എന്ന് പറഞ്ഞാൽ 3/2a. അതേപോലെ S3 ഈക്വൽ ടു വേഗം നിങ്ങൾക്ക് പറയാം a into 3 minus half. That's equal to 2.5. 2.5 എന്ന് പറഞ്ഞാൽ 5/2 എക്സെട്ര എന്ന് പറഞ്ഞാൽ S1 is to S2 is to S3 is to etc equal to 1 is to 3 is to 5 is to etc. Uniformly accelerated motion starting from rest ആണെങ്കിൽ ഈക്വൽ സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരങ്ങളുടെ റേഷ്യോ, ഈ 1 സെക്കൻഡ് 2 സെക്കൻഡ് ഒന്നും വിട്ടില്ല, ഈക്വൽ സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരങ്ങളുടെ റേഷ്യോ, ഒരേ സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരങ്ങളുടെ റേഷ്യോ. ആദ്യത്തെ 10 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം, പിന്നത്തെ 10 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം, പിന്നത്തെ 10 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം, അങ്ങനെ ആവാം. 1 സെക്കൻഡിൽ തന്നെ വേണം അറിയില്ല. ആദ്യത്തെ 2 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം, പിന്നത്തെ 2 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം, പിന്നത്തെ 2 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം, അങ്ങനെയായാലും കുഴപ്പമില്ല. ആദ്യത്തെ 5 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം, പിന്നത്തെ 5 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം, പിന്നത്തെ 5 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം, അങ്ങനെയായാലും കുഴപ്പമില്ല. അതായത് ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം സഞ്ചരിക്കുന്ന ദൂരങ്ങളുടെ റേഷ്യോ 1:3:5:7 എക്സെട്ര. ഇതാണ് ഗലീലിയോസ് ഓഡ് നമ്പേഴ്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ പറയാം. ഒരു കല്ല് താഴേക്ക് വീഴുന്നത് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റിലാണല്ലോ, യു ഡ്രോപ്ഡ് ആണ്. സോ t സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം ഹാഫ് gt² ആണ്. s equal to ut plus half at square. u 0 കൊടുത്താൽ ഹാഫ് gt². അപ്പോ 2t കൊണ്ട് സഞ്ചരിച്ച ദൂരം എത്രയാവും? t സമയം കൊണ്ട് ഹാഫ് gt². അപ്പൊ 2t സമയം കൊണ്ട് ഹാഫ് g into 4t² വരും. That's equal to 4 half gt². സോ ആദ്യത്തെ t സെക്കൻഡ് കൊണ്ട് ഹാഫ് gt², പിന്നെ 2t കഴിഞ്ഞപ്പോഴേക്കും 4 ഹാഫ് gt² ആയി. അപ്പൊ രണ്ടാമത്തെ t സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം 4 ഹാഫ് gt². ഹാഫ് gt² നമുക്ക് s എന്ന് വിളിക്കാം, 4s. അപ്പൊ 4s മൈനസ് ആദ്യത്തെ t സെക്കൻഡിൽ s ദൂരം. സോ ദാറ്റ്സ് ഈക്വൽ ടു 3s. ആദ്യത്തെ t സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം ഹാഫ് gt² s ആയിട്ട്. മൊത്തം 2t സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം 4 into half g into 4t². അപ്പൊ 4 ഹാഫ് gt², 4s ആയി. അപ്പൊ ഈ രണ്ടാമത്തെ t സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം ആകെ 2t സെക്കൻഡില് 4s ഉം ആദ്യത്തെ t സെക്കൻഡിൽ s ഉം. അപ്പൊ ഇതിന്റെ ഇടയിൽ സഞ്ചരിച്ച ദൂരം 4s മൈനസ് s, ദാറ്റ് ഈസ് 3s. അതാണ് ആദ്യത്തെ t സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരത്തിന്റെ 3 ഇരട്ടിയാണ് രണ്ടാമത്തെ t സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം. ഇനി മൂന്നാമത്തെ t സെക്കൻഡിൽ അപ്പൊ സഞ്ചരിച്ച ദൂരം എത്രയാവും? 5 ഇരട്ടിയായിരിക്കും. നാലാമത്തെ t സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം 7 ഇരട്ടിയായിരിക്കും. അതാണ് ഈ റേഷ്യോ. അപ്പൊ നിങ്ങളോട് പറയാണ്, യൂണിഫോംലി ആക്സിലറേറ്റഡ് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ആണ് ഒരു വസ്തുവിന്. അതിൽ ആദ്യത്തെ 10 സെക്കൻഡ് കൊണ്ട് ആ വസ്തു 100 മീറ്റർ ദൂരം പോയി. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ 10 സെക്കൻഡിൽ എത്ര മീറ്റർ ദൂരം പോവും? ധൈര്യമായിട്ട് പറഞ്ഞോളുക. രണ്ടാമത്തെ 10 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം 300 മീറ്റർ ആയി. മൂന്നാമത്തെ 10 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം 500 മീറ്റർ ആയി. നാലാമത്തെ 10 സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം 700 മീറ്റർ ആയിരിക്കും, എക്സെട്ര. 1:3:5:7 ഫോർമേൽ ഉണ്ടാവണം. സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് ഓരോ തുല്യ സമയം കൊണ്ടും സഞ്ചരിച്ച ദൂരങ്ങളുടെ റേഷ്യോ. അപ്പൊ അതാണ് ഗലീലിയോസ് ഓഡ് നമ്പേഴ്സ്. അതും ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ ഗ്രാഫിന്റെ 2-3 പ്രോബ്ലങ്ങളും ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിക്കാനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു. എത്ര ചെയ്താലും മതിയാവില്ല. എന്നാലും ഞാനിപ്പോ ഈ പറയുന്നത് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യാം. ഞാനൊരു ഗ്രാഫ് തരാം. ടൈം സെക്കൻഡിലാണ്, വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിലാണ്. യൂണിറ്റ് ഒക്കെ നമ്മൾ നോക്കാം. ഗ്രാഫ് ഈസ് ലൈക്ക് ദിസ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, 2 സെക്കൻഡ്, 4 സെക്കൻഡ്, 6 സെക്കൻഡ്. ഞാൻ ഏറ്റവും എളുപ്പത്തിലാണ് വരുന്നത്. 10 മീറ്റർ പെർ സെക്കൻഡ്. ആദ്യത്തെ ചോദ്യം,
ഇവിടെ കണക്ക് പേര് കൊടുക്കാം ഒ എ ബി സി. ഇതിനെ O എന്ന് വിളിക്കാം, 0 എന്ന് വിളിക്കാം. ഇതിന് O മുതൽ A വരെയുള്ള ആ ഗ്രാഫ് എന്തിനെ കാണിക്കുന്നു? വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് ആദ്യം ഉറപ്പിക്കുക. വെലോസിറ്റി ടൈം ഗ്രാഫ് O മുതൽ A വരെ കാണിക്കുന്നത്, അതായത് ആദ്യത്തെ 2 സെക്കൻഡ് സമയത്തേക്ക് സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ്. സോ ദിസ് ഈസ് O മുതൽ A വരെയുള്ള ഭാഗം, OA എന്നുള്ള ഭാഗം, അതായത് 0 മുതൽ 2 സെക്കൻഡ് വരെ എന്താണ് പറയാ നിങ്ങൾ? യൂണിഫോം ആക്സിലറേഷൻ ആണ്. അതുകൊണ്ടാണ് സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് വന്നത്. ഓക്കെ, അപ്പൊ ആ സമയത്തുള്ള സ്ലോപ്പ് എന്ത് തരും? ആക്സിലറേഷൻ തരും. സോ ആക്സിലറേഷൻ, ആദ്യത്തെ 2 സെക്കൻഡിലെ ആക്സിലറേഷൻ ഈസ് A is equal to slope equal to opposite side. ഇവിടെ ഒരു ആംഗിൾ കാണിക്കുക തീറ്റ, അതിന്റെ ടാൻ തീറ്റ ആണ് കാണുന്നത്. opposite side is 10 by adjacent side is 2 equal to 5 meter per second square. പോസിറ്റീവ് പറയുന്നത് എന്താ? ടൈം കൂടിയപ്പോൾ വെലോസിറ്റി കൂടി, അതുകൊണ്ടാണ് പോസിറ്റീവ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി രണ്ടാമത്തെ ഭാഗം നോക്കൂ. എ ബി എന്ന് പറഞ്ഞാൽ 2 മുതൽ 4 സെക്കൻഡ് വരെയുള്ള സമയം. വെലോസിറ്റി ടൈം ഗ്രാഫ് ഈസ് എ സ്ട്രൈറ്റ് ലൈൻ വിത്തൗട്ട് സ്ലോപ്പ്. വെലോസിറ്റി ടൈം ഗ്രാഫ് സ്ട്രൈറ്റ് ലൈൻ വിത്തൗട്ട് സ്ലോപ്പ് ആണെങ്കിൽ ദാറ്റ് ഈസ് എന്താണ്? റെസ്റ്റ് ആണോ? അല്ല, യൂണിഫോം മോഷൻ. വെലോസിറ്റി 0 അല്ല, വെലോസിറ്റി മാറുന്നില്ല. സോ ദാറ്റ് ഈസ് യൂണിഫോം മോഷൻ. ഇങ്ങനെ എഴുതാൻ പറ്റണം, ചോദിക്കും. യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ ആയതുകൊണ്ട് ആക്സലറേഷൻ ഈസ് 0. ഓക്കെ, മൂന്നാമത്തത് ബി സി എന്ന് പറയുന്ന ഭാഗം. എത്രയത്? 4 മുതൽ 6 സെക്കൻഡ് വരെ. എന്താ സംഭവിക്കുന്നത്? സ്പീഡ് കുറയാ ചെയ്തു. സ്പീഡ് കുറഞ്ഞ നമ്മൾ എന്താ വിളിക്കുക? ഒരേപോലെ കുറഞ്ഞതുകൊണ്ട് സ്ട്രൈറ്റ് ലൈൻ തന്നെയാണ്, സ്പീഡ് കുറഞ്ഞു. അപ്പൊ യൂണിഫോം റിട്ടാർഡേഷൻ എന്ന് പറയണം. സൂക്ഷ്യം, യൂണിഫോം റിട്ടാർഡേഷൻ. അപ്പൊ റിട്ടാർഡേഷൻ കാണണം, സ്ലോപ്പ് കണ്ടാൽ മതി. സ്ലോപ്പ് ഈക്വൽ ടു, സമയം കൂടിയപ്പോൾ സ്പീഡ് കുറയുന്നത് കൊണ്ട് നെഗറ്റീവ് ആണ് സ്ലോപ്പ്. ചെരിവ് ഇങ്ങോട്ട് തിരിഞ്ഞു. നേരത്തെ ചെരിവ് അങ്ങോട്ടായിരുന്നു, ഇപ്പൊ ചെരിവ് ഇങ്ങോട്ടായി. അത് നോക്കിയാലും മതി. സോ ഓപ്പോസിറ്റ് സൈഡ് ഈസ് ഇതാണ് 10. ഒരു നെഗറ്റീവ് സൈൻ ഇട്ടിട്ട് എഴുതണം. അഡ്ജസന്റ് സൈഡ് ഈസ് 6 - 4 ദാറ്റ് ഈസ് 2 -5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇവിടെ ആക്സിലറേഷൻ, ഇവിടെ റിട്ടാർഡേഷൻ. ഓക്കെ, അടുത്ത ചോദ്യം. ആകെ 0 മുതൽ 6 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു? വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്? ഇത് വെലോസിറ്റി ആയതുകൊണ്ട് ഡിസ്പ്ലേസ്മെന്റ് തന്നെ ചോദിക്കും. ഇവിടെ സ്പീഡ് ആണെങ്കിൽ ഡിസ്റ്റൻസ് എന്നേ ചോദിക്കുള്ളൂ. അപ്പൊ വെലോസിറ്റി തന്നാൽ ഇവിടെ ഡിസ്റ്റൻസ് പറഞ്ഞാലും ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാലും സെയിം. ഇവിടെ സ്പീഡ് ആണെങ്കിൽ അത് ഡിസ്റ്റൻസ് മാത്രമേ ചോദിക്കുള്ളൂ. സോ 0 മുതൽ 6 സെക്കൻഡ് വരെയുള്ള വെലോസിറ്റി ടൈം ഗ്രാഫ് നോക്കിയിട്ട് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് കാണുക. ഡിസ്പ്ലേസ്മെന്റ് is equal to S equal to area under the graph equal to area under the graph. ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, half into 2 into 10. ഓക്കെ, ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഏരിയ പ്ലസ് ഇനി ഇവിടെ റെക്ടാംഗിളിന്റെ ഏരിയ, ദാറ്റ് ഈസ് ഇവിടുത്തെ നീളം 2 into ഇവിടുത്തെ വീതി 10 പ്ലസ് ഈ അടുത്ത റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഏരിയ. അതിന് പോസിറ്റീവ് നെഗറ്റീവ് ഒന്നുമില്ല, പോസിറ്റീവ് ആണ്. വെലോസിറ്റി പോസിറ്റീവ് ആയിട്ട് കാണിച്ചുകൊണ്ടൊക്കെ പോസിറ്റീവ് ആണ് ഏരിയ. half into 2 into 10, half into 2 into 10. ആൻസർ ഈസ് ഇവിടെ ഒരു 10 പ്ലസ് ഇവിടെ 20 പ്ലസ് ഇവിടെ കൊണ്ട് ഒരു 10. ഉത്തരം 40 മീറ്റർ. ആ വസ്തു സഞ്ചരിച്ച ആകെ ഡിസ്പ്ലേസ്മെന്റ് 6 സെക്കൻഡ് കൊണ്ട് 40 മീറ്റർ ആണ്. അപ്പൊ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ഇറ്റ്സ് ആവറേജ് വെലോസിറ്റി? വെലോസിറ്റി ഒക്കെ മാറുന്നുണ്ട്. വാട്ട് ഈസ് ഇറ്റ്സ് ആവറേജ് വെലോസിറ്റി ഡ്യൂറിംഗ് 6 സെക്കൻഡ്സ്? 6 സെക്കൻഡിലെ ആവറേജ് വെലോസിറ്റി എത്ര? ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ഈസ് 40 മീറ്റർ ബൈ ടോട്ടൽ ടൈം ഈസ് 6 സെക്കൻഡ്സ്. സോ 40/6 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, വാട്ട് ഈസ് ഇറ്റ്സ് ആവറേജ് ആക്സലറേഷൻ? 6 സെക്കൻഡ് നേരത്തെ ആവറേജ് ആക്സലറേഷൻ എത്രയാ? ആവറേജ് ആക്സലറേഷൻ കാണാൻ ഫൈനൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റി എത്രയാ നോക്കൂ. വെലോസിറ്റി 0 ആയില്ലേ? 6 സെക്കൻഡ് ആകുമ്പോഴും വെലോസിറ്റി 0, ഇനീഷ്യൽ വെലോസിറ്റി 0. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി is 0. സോ ആവറേജ് ആക്സലറേഷൻ ഈക്വൽ ടു 0. ഇനീഷ്യൽ വെലോസിറ്റി 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. 6 സെക്കൻഡ് കഴിഞ്ഞപ്പോഴും വെലോസിറ്റി 0 ആണ്. അപ്പൊ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ടൈം ഈസ് 6 സെക്കൻഡ്. സോ മുകളില് ഫൈനൽ മൈനസ് ഇനീഷ്യൽ 0 ആയതുകൊണ്ട് ആവറേജ് ആക്സലറേഷൻ ഈസ് 0. ആവറേജ് ആക്സലറേഷൻ ഈസ് 0.
ആദ്യത്തെ 2 സെക്കൻഡ് നേരം 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഉണ്ട്. പിന്നത്തെ 2 സെക്കൻഡ് നേരം ആക്സിലറേഷൻ 0 ആണ്. അവസാനത്തെ 2 സെക്കൻഡ് നേരം -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഉണ്ട്. ആവറേജ് ആക്സിലറേഷൻ 6 സെക്കൻഡില് 0 ആണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഈ ഗ്രാഫിൽ നിന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ചോദിക്കും. ഇത് യൂണിഫോം ആക്സിലറേഷൻ, യൂണിഫോം മോഷൻ, യൂണിഫോം റിട്ടാർഡേഷൻ, ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ്, സ്ലോപ്പ് ഓഫ് ദീസ് ഗ്രാഫ്സ് ഗീവ്സ് ആക്സിലറേഷൻ. അപ്പൊ അതുകൊണ്ട് വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ നന്നായിട്ട് മനസ്സിലാക്കുക. എന്റെ അടുത്ത ചോദ്യം ഇതേ ഗ്രാഫിൽ നിന്ന് ഒരു ചോദ്യം കൂടി. ഡ്രോ ഇറ്റ്സ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ഈ ഗ്രാഫ് നോക്കി ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുക. വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നു, എന്നിട്ട് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് തന്നിട്ട് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞ പോലെ അങ്ങനെ ചോദിക്കും. ഇപ്പൊ ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ട് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് കാണാൻ പറയുന്നു. നോക്കുക, നമ്മൾ നേരത്തെ എഴുതിയല്ലോ, ആദ്യത്തെ 0 മുതൽ 2 സെക്കൻഡ് നേരത്തേക്ക് യൂണിഫോം ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പൊ നമ്മളെ ഗ്രാഫ് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വേണം. ഇവിടെ ടൈം എടുത്തു സെക്കൻഡില്, ഇവിടെ ആക്സിലറേഷൻ എടുത്തു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറില്, ഇവിടെ നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. ആദ്യത്തെ 2 സെക്കൻഡ് നേരത്തേക്ക് +5 ആണ്. +5 0 മുതൽ 2 സെക്കൻഡ് നേരത്തേക്ക് +5 സ്ട്രൈറ്റ് ലൈൻ വിത്തൗട്ട് സ്ലോപ്പ്. ഓക്കെ, പിന്നത്തെ 2 സെക്കൻഡ് നേരത്തേക്ക് യൂണിഫോം മോഷൻ ആണ്. ആക്സിലറേഷൻ 0. 4 സെക്കൻഡ് വരെ ആക്സിലറേഷൻ 0 അവിടെ കണ്ടുപിടിച്ച് വരയ്ക്കാം. എക്സ് ആക്സിസിൽ തന്നെ. പിന്നെ 6 സെക്കൻഡ് ആവുമ്പോൾ വരെ എന്താണ് നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരുന്നു നേരത്തെ എഴുതി. അപ്പൊ ഇവിടെ -5 ഉണ്ടാവണം. സോ ദാറ്റ് ഈസ് ദിസ് -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലാണ് കേട്ടോ. അപ്പൊ ഈ ഗ്രാഫിന്റെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കാൻ അറിയാം. ഇതാണ് പരീക്ഷയ്ക്ക് നല്ല പ്രാധാന്യത്തോടു കൂടി പഠിച്ചുകൊള്ളുക. വെലോസിറ്റി ടൈം ഗ്രാഫ് തന്ന് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് കാണാൻ പറയും. ഇതേ ക്വസ്റ്റ്യൻ ഞാൻ തിരിച്ചിടാൻ പോവാണ്. ഇത് വരും. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് തന്നു, ഒരു കണ്ടീഷൻ പറയും. എ ബോഡി സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റിൽ നിന്ന് ആരംഭിക്കുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറയും ഇതാണ് ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുക. റെസ്റ്റിൽ നിന്ന് ആരംഭിച്ച ഒരു വസ്തുവിന്റെ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഇതാണ്. അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇത് വരയ്ക്കുക. എന്താ നമ്മൾ ചെയ്യുക നോക്കിക്കോളൂ. ആദ്യം 0 മുതൽ 2 സെക്കൻഡ് വരെ നമ്മൾ ഇങ്ങനെ വരയ്ക്കും. എന്നിട്ട് ഇതിന്റെ ഏരിയ കാണും അല്ലെ. ഏരിയ അണ്ടർ ദ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് ചേഞ്ച് ഇൻ വെലോസിറ്റി. സോ 0 മുതൽ 2 സെക്കൻഡ് വരെയുള്ള സമയത്ത് ഏരിയ ഈസ് 5 × 2. ഏരിയ ഈക്വൽ ടു V - U. ചേഞ്ച് ഇൻ വെലോസിറ്റി ഈക്വൽ ടു 5 × 2 ദാറ്റ് ഈസ് 10. അതിൽ U 0 ആണ്. V - 0 ഈക്വൽ ടു 10. സോ V ഈസ് ഈക്വൽ ടു 10. അപ്പൊ 2 സെക്കൻഡ് കഴിയുമ്പോ 0 മുതൽ 2 സെക്കൻഡ് വരെ ആവുന്ന സമയത്ത് ഏരിയ 10 ആണ്. അതായത് ഫൈനൽ വെലോസിറ്റി 10 ആയിട്ട് മാറുന്നുണ്ട്. കാണിച്ചു കണ്ടോ. ഗ്രാഫ് 0 നിന്ന് സ്റ്റാർട്ട് ചെയ്തു. യൂണിഫോം ആക്സിലറേഷൻ ആണെന്ന് ഇവിടെ മനസ്സിലായി. സ്ട്രേറ്റ് ലൈൻ പാരലൽ ആയതുകൊണ്ട് അതുകൊണ്ട് വെലോസിറ്റി ടൈം ഗ്രാഫ് സ്ട്രേറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് ആയിരിക്കണം. 0 നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഫസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് 2 സെക്കൻഡ് കഴിഞ്ഞപ്പോ 10 മീറ്റർ പെർ സെക്കൻഡിലേക്ക് എത്തി കേട്ടോ. അതാണ് ഈ ഗ്രാഫ് ഈ ഭാഗം കിട്ടിയത്. ഇനി അടുത്ത ഭാഗം 2 മുതൽ 4 സെക്കൻഡ് വരെ 2 to 4 സെക്കൻഡ്സ് A is equal to 0. ആക്സിലറേഷൻ 0 ആണ്. Therefore velocity is equal to ആക്സിലറേഷൻ 0 ആണെങ്കിൽ വെലോസിറ്റി മാറിയിട്ടില്ല. വെലോസിറ്റി എത്രയില 2 സെക്കൻഡ് കഴിഞ്ഞപ്പോ 10ലാണ്. അപ്പൊ 2 മുതൽ 4 സെക്കൻഡ് വരെ 10 മീറ്റർ പെർ സെക്കൻഡിൽ തന്നെ നിൽക്കണം. അതാണ് ഇവിടെ കണ്ടോ. A മുതൽ B വരെ 2 മുതൽ 4 സെക്കൻഡ് വരെ 10 മീറ്റർ പെർ സെക്കൻഡിൽ തന്നെ നിന്നു. പിന്നെ 4 to 6 സെക്കൻഡ്സ് ആക്കുമ്പോ എന്താണ് അവിടെ റിട്ടാർഡേഷൻ വന്നു. കാരണം നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. സോ വീണ്ടും ഈ ഏരിയ കാണാം. ഏരിയ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ദാറ്റ് ഈസ് V - U ഈക്വൽ ടു ഏരിയ നെഗറ്റീവ് ആയില്ലേ. ഇവിടെ നെഗറ്റീവ് ആണ്. -5 × 2 ദാറ്റ് ഈസ് -10. അപ്പോ വാട്ട് ഈസ് U? അപ്പോഴത്തെ U 10 ആണ്. സോ V - 10 ഈക്വൽ ടു -10. സോ V is equal to 0. ഈ V ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അവസാനത്തെ വെലോസിറ്റി. 4 സെക്കൻഡ് ആകുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 4 സെക്കൻഡിലുള്ള വെലോസിറ്റി നേരത്തെ പറഞ്ഞ 10 ആണ്. അതാണ് 10 കൊടുത്തത്. ഫൈനൽ വെലോസിറ്റി അപ്പൊ എന്താ വരിക? V - 10 is equal to area -10 -5 × 2. So V - U is equal to -10. So V is equal to -10 അങ്ങോട്ട് പോകുമ്പോൾ +10 ആയി. 10 - 10 0. 6 സെക്കൻഡ് ആകുമ്പോൾ വെലോസിറ്റി 0.
അപ്പോ ഈ ഗ്രാഫ് തന്ന് ഇത് കാണാൻ പറയും, അല്ലെങ്കിൽ ഈ ഗ്രാഫ് തന്ന് ഇത് കാണാൻ പറയും. വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നാൽ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കണം. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് തന്നാൽ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കണം. അപ്പൊ ഈ ഗ്രാഫ് നന്നായിട്ട് ഓർമ്മിക്കുക. ഇതേപോലെ ഏത് ഗ്രാഫുകൾ തന്നാലും നിങ്ങൾക്ക് അതിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ അറിയണം. അപ്പൊ എന്താണെങ്കിലും ഏരിയ അണ്ടർ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഡിസ്പ്ലേസ്മെന്റ് നന്നായിട്ട് ഓർമ്മിക്കുക. സ്ലോപ്പ് ഗീവ്സ് ആക്സിലറേഷൻ ഓർമ്മിക്കുക. എങ്ങനെയാണ് ഏരിയ കണ്ടുപിടിക്കുക, എങ്ങനെയാണ് സ്ലോപ്പ് കണ്ടുപിടിക്കുക, ഇതൊക്കെ കണ്ടാൽ തിരിച്ച് ഈ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം. ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ അടിയിലുള്ള ഏരിയ ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് വെലോസിറ്റി കണ്ടുപിടിച്ച് ഈ ഗ്രാഫിലേക്ക് പോകുക. അപ്പൊ ഇത് രണ്ടെണ്ണവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയാലും കാണാം, റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്, ചെയ്യാനാണ്. അപ്പൊ ഇതാണ് സാധാരണ നിലയ്ക്ക് ഗ്രാഫുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറയുക, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറയുകയും. ഇനി നമുക്ക് പ്രോബ്ലങ്ങളിലേക്ക് പോകാം. 4 ഇക്വേഷൻസ്. P = U + AT, S = UT + ½ AT square, V square = U square + 2AS, ST = U + A × T - R. 4 ഇക്വേഷൻ തലയിൽ ഇങ്ങനെ തേക്ക് വെക്കുക. എന്ത് പ്രോബ്ലം ചോദിച്ചാലും 4 ഇക്വേഷൻ അവിടെ എഴുതിയിട്ടുള്ളൂ, 1 മാർക്ക് കിട്ടും. എന്ത് പ്രോബ്ലം ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ചോദിച്ചാലും ഈ 4 ഇക്വേഷനും എഴുതിയ 1 മാർക്ക് കിട്ടും. ഇതിൽ ഏതോ 1ഓ 2ഓ ആണ് ഉപയോഗിക്കേണ്ടി വരിക. നോക്കാം നമുക്ക്. ആദ്യം ഞാൻ ഒരു കാറ് പോകുന്ന പ്രോബ്ലം ചെയ്യാം. ശ്രദ്ധിക്കാം. A car is moving with velocity 36 km/h. After applying brakes, it is stopped. After applying brakes, it is stopped. After traveling 100 meter. 100 മീറ്റർ യാത്ര ചെയ്ത് ആ കാറ് സ്റ്റോപ്ഡ് ആയി. യൂണിഫോം ആയിട്ടാണ് ബ്രേക്ക് അമർത്തിയത്. ചോദ്യം, വാട്ട് ഈസ് ഇറ്റ്സ് റിട്ടാർഡേഷൻ ആൻഡ് വാട്ട് ഈസ് ദ ടൈം ടേക്കൺ? എത്ര സമയം എടുത്തിട്ടാണ് കാർ നിൽക്കുക, എത്ര ദൂരം കഴിഞ്ഞിട്ടാണ്, എത്ര റിട്ടാർഡേഷനിലാണ് കാറിന്റെ മുകളിൽ ഉണ്ടായിരുന്നത്. അപ്പൊ തന്ന ഡാറ്റ, ഇനീഷ്യൽ സ്പീഡ് U = 36 km/h. അതിന് നിങ്ങൾ km/h ഇവിടെ മീറ്റർ ആയതുകൊണ്ട് യൂണിറ്റ് SI സിസ്റ്റത്തിലേക്ക് വരണം. km/h മീറ്റർ/സെക്കൻഡിലേക്ക് ആക്കാൻ 5/18 കൊണ്ട് പെരുക്കുക. എല്ലാവരും ഓർമ്മിക്കണം. km/h മീറ്റർ/സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 5/18 കൊണ്ട് പെരുക്കുക. സോ ആൻസർ ഈസ് 18 36 2 പ്രാവശ്യം പോവും, 10 മീറ്റർ/സെക്കൻഡ്. അപ്പൊ 36 54 72 ഇതൊക്കെ 36ന്റെ മൾട്ടിപ്പിൾസ് ആണ്, ഓർമ്മയിൽ വെച്ചോളൂ. അപ്പൊ U കിട്ടി, S കിട്ടിയിട്ട് 100 മീറ്റർ കഴിഞ്ഞിട്ടാണ് വന്നത്. V = അറിയാം, സ്റ്റോപ്പ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് V = 0. അപ്പൊ നമ്മുടെ ഫോർമുല T അറിയാത്തതുകൊണ്ട് V² = U² + 2AS എന്ന് മനസ്സിൽ വരണം. ടൈം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കാൻ ടൈം നമുക്ക് അറിയില്ല. അപ്പൊ വിയും യുവും എയും എസും തമ്മിലുള്ള ബന്ധം. അപ്പൊ 0 U² സ്ഥാനത്ത് 10 10² എന്ന് പറഞ്ഞാൽ 100 പ്ലസ് 2 × A × S ന്റെ സ്ഥാനത്ത് 100. So 2 × A × S = -100. ഇതാണ് നിർത്തിയിരുന്നത് പോയി. S ന്റെ സ്ഥാനത്ത് 100. So A is equal to minus ഈ 100 മൾട്ടിപ്പിൾ -1/2. That's equal to -0.5 meter/second. ആ കാറിന്റെ റിട്ടാർഡേഷൻ 1/2 meter/second² ആണ്. -1/2 meter/second² എന്ന് പറഞ്ഞാൽ റിട്ടാർഡേഷൻ ഈസ് 1/2 meter/second². പ്രോബ്ലം ചെയ്ത കാര്യം ശ്രദ്ധിക്കുക. ഇനി നമ്മളോട് ചോദ്യം, വാട്ട് ഈസ് ദ ടൈം ടേക്കൺ? എത്ര സമയം കഴിഞ്ഞിട്ടാണ് നിൽക്കുക? ഫോർമുല വേഗം ഉപയോഗിക്കാം. V = U + AT പോവാ. V 0, U എത്രയാ? 10 മൈനസ് എന്റെ സ്ഥാനത്ത് മൈനസ് ആണ്, 1/2 × T. So 10 = 1/2 T. 10 പോകുന്നു, 1/2 T അങ്ങോട്ട് പോയി. So T is equal to ഈ രണ്ടും കൊണ്ട് 20 സെക്കൻഡ്. ബ്രേക്ക് അമർത്തിയിട്ട് 20 സെക്കൻഡ് കഴിഞ്ഞ് ആ വണ്ടി സ്റ്റോപ്പ്ഡ് ആവും. അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 36 km/h വേഗത്തിൽ വന്നുകൊണ്ടിരുന്ന കാറ് ബ്രേക്ക് അമർത്തി 20 സെക്കൻഡ് കഴിഞ്ഞ് 1/2 meter/second² റിട്ടാർഡേഷനില്
100 മീറ്റർ യാത്ര ചെയ്താൽ സ്റ്റോപ്പ്ഡ് ആവും. ഈ ഒരു പ്രോബ്ലം ചെയ്താൽ തന്നെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ 2 ഇക്വേഷൻസ് ഉപയോഗിച്ചു. വി സ്ക്വയർ സമയം യു സ്ക്വയർ പ്ലസ് 2AX ഉപയോഗിച്ചു. ഈ സമയം യു പ്ലസ് ATയും ഉപയോഗിച്ചു. ബോർഡ് നോക്കി മനസ്സിലാക്കാം. ഇതുപോലെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ഒരു ബുള്ളറ്റ് ഫയർഡ് വിത്ത് വെലോസിറ്റി 100 മീറ്റർ പെർ സെക്കൻഡ്. 100 മീറ്റർ പെർ സെക്കൻഡില് ഒരു വെടിയുണ്ട ചീറിപ്പായാണ്. ഇറ്റ് ഹിറ്റ് ഓൺ എ വാൾ, ഒരു ചുമരിന്റെ മുകളിൽ തട്ടി. ആ ചുമരിന്റെ മുകളിൽ തട്ടിയിട്ട് 10 സെന്റിമീറ്റർ തുളച്ചു. ആ ചുമരിലൂടെ 10 സെന്റിമീറ്റർ തുളച്ച് കയറി റെസ്റ്റിലായി, സ്റ്റോപ്പ്ഡായി. ചോദ്യം, വാട്ട് ഈസ് റിട്ടാർഡേഷൻ? വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ടു സ്റ്റോപ്പ്? അടുത്തത് അതേ ക്വസ്റ്റ്യൻ തന്നെ. അപ്പൊ നിങ്ങൾ എന്താകും? U equal to 100, S equal to 10 centimeter, final velocity stopped ആയതുകൊണ്ട് 0. You have to find out retardation and cut time. അടുത്തത് അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ 2 എണ്ണം മാറി മാറി ചോദിക്കും. ഒന്നുകിൽ കാറിന്റെ പ്രോബ്ലം, അല്ലെങ്കിൽ വെടിയുണ്ടയുടെ പ്രോബ്ലം. അപ്പൊ തന്നത് എന്താണെന്ന് നോക്കുക, കാണേണ്ടത് എന്താണെന്ന് നോക്കുക, ഏത് ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്, സിറ്റുവേഷൻ അനുസരിച്ച് അപ്ലൈ ചെയ്യുക. നേരത്തെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. വി സ്ക്വയർ സമം യു സ്ക്വയർ പ്ലസ് 2AX പോയിട്ട് എ കാണാൻ നെഗറ്റീവായിട്ട് കിട്ടും. ആ നെഗറ്റീവായി കിട്ടിയ എ വി സമയം യു പ്ലസ് ATയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ടൈമും കിട്ടും. അതേ പ്രോബ്ലം ചെയ്ത് നോക്കണം. നമ്മൾ ചെയ്യാം. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2AX. ഫൈനൽ വെലോസിറ്റി സ്റ്റോപ്പ്ഡ് ആയി അവിടെയുണ്ട്. അപ്പൊ 0 ഈക്വൽ ടു 100 സ്ക്വയർ. 100 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണോ? 10000 പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു എത്ര സെന്റിമീറ്റർ പോയത്? 10 സെന്റിമീറ്റർ ആണ്. 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അപ്പം മാറ്റിക്കോളണം. എത്രയത്? 10 into 10 raised to minus 2 can എഴുതാം. That's 10 raised to minus 1 meter. So into 10 raised to minus 1. ഇത് കുഴപ്പമുണ്ടെങ്കിൽ 0.1 തന്നെ എഴുതും. So 2a into 0.1. 0.1 into 2 is 2.2. 0.2a is equal to 10000 minus. So a is equal to minus 10000 by 0.2. Minus 10000 by 0.2 എന്ന് പറഞ്ഞാൽ മൈനസ് 1,00,000. ഈ പോയിന്റ് മാറുമ്പോൾ ഇവിടെ 0 ചേർക്കണ്ടേ? 2, 3, 5 by 2. That's മൈനസ് 50,000. 1,00,000 200 50,000 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആ ബുള്ളറ്റിന്റെ റിട്ടാർഡേഷൻ മൈനസ് 50,000 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. Retardation is 50,000 meter per second square. What is the time taken? V is equal to U plus AT. V 0, U 100 minus A സ്ഥാനത്ത് 50,000 T. So T is equal to 100 divided by 50,000. Okay. So that's equal to 1 by 500 seconds. 1/500 സെക്കൻഡ് കൊണ്ട് ആ ബുള്ളറ്റ് റെസ്റ്റിലായിട്ടുണ്ടാവും. ഇത്രയും സ്പീഡിൽ വരുന്ന ബുള്ളറ്റ് ആണ്. ആ ചുമരിന്റെ മുകളിൽ തുളച്ചു കയറി 1/500 സെക്കൻഡ് കഴിഞ്ഞാൽ ബുള്ളറ്റ് സ്റ്റോപ്പ്ഡ് ആയിട്ടുണ്ടാവും. പ്രൊസസ് ശ്രദ്ധിക്കുക. 100 മീറ്റർ പെർ സെക്കൻഡില് വന്ന ബുള്ളറ്റ് ഒരു ചുമരിന്റെ മുകളിൽ 10 സെന്റിമീറ്റർ തുളച്ചു കയറി റെസ്റ്റിലായി എങ്കിൽ അതിന്റെ റിട്ടാർഡേഷൻ കണ്ടുപിടിക്കുക. അതിനെടുത്ത സമയം കണ്ടുപിടിക്കുക. റെസ്റ്റിലാവാൻ എടുത്ത സമയം കണ്ടുപിടിക്കുക. നേരത്തെ കാറിന്റെ പ്രോബ്ലവും ബുള്ളറ്റിന്റെ പ്രോബ്ലവും ഒരേ സിറ്റുവേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇമാതിരി പ്രോബ്ലങ്ങൾ ചെയ്യാനുള്ള വിവരം നിങ്ങൾ ചെയ്ത് 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 ഉണ്ടാക്കുക. അല്ലാതെ വേറെ വഴിയില്ല. ഞാൻ മുന്നോട്ട് പോവാണ്. ഇനി നമുക്ക് പ്രോബ്ലങ്ങള് പരീക്ഷയ്ക്ക് ചോദിക്കുക ഗ്രാവിറ്റിയുടെ അണ്ടറിലുള്ളതാണ്. മോസ്റ്റ് റിപ്പീറ്റിംഗ് ഈസ് അണ്ടർ ഗ്രാവിറ്റി. അപ്പൊ A is equal to minus G വെച്ചിട്ടുള്ള പ്രോബ്ലങ്ങളാണ് ചോദിക്കുക. A is equal to minus G വെച്ചിട്ടുള്ള പ്രോബ്ലം ഒക്കെ ഒന്ന് നമുക്ക് വേഗം ഡിസ്കസ് ചെയ്യാം. യു വെലോസിറ്റി ഞാൻ ജനറൽ ആയിട്ടാണ് ആദ്യം പറയാം. അതിൽ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. യു വെലോസിറ്റിയിൽ ഒരു കല്ലിനെ നേരെ മുകളിലേക്ക് എറിഞ്ഞു. നേരെ മുകളിലേക്ക് എറിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി യു A equal to minus G. A is equal to minus G. അത് 9.8 ആണോ 10 ആണോ ഒക്കെ സൗകര്യത്തിനനുസരിച്ച് എടുക്കാം. അപ്പൊ യു അറിയാം, എ അറിയാം. ചോദ്യം, ഹയസ്റ്റ് പോയിന്റിലെത്താൻ എത്ര സമയം എടുക്കും? ഹയസ്റ്റ് പോയിന്റ് വെലോസിറ്റി എത്രയാ? 0. അതിനെടുക്കുന്ന സമയം എത്ര? അപ്പൊ യു വെലോസിറ്റിയിൽ
ഒരു കല്ലിനെ നേരെ മുകളിലേക്ക് വെർട്ടിക്കലി അപ്പായി എറിഞ്ഞാൽ ഹയസ്റ്റ് പോയിന്റിൽ എത്താൻ എത്ര സമയം? ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി 0, ആക്സിലറേഷൻ മൈനസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി u. യുവും എയും ബിയും ടിയും തമ്മിലുള്ള ബന്ധം വേഗം നിങ്ങൾ എഴുതും v is equal to u plus at. അതാണ് ഇക്വേഷൻ ഓർമ്മ വരിക. ഇത് എഴുതിയ ഒരു മാർക്ക് കിട്ടി നമ്മളെ പ്രോബ്ലത്തിന്. എൻട്രൻസിന് ഇതിനൊന്നും മാർക്കില്ല, ഫൈനൽ ആൻസറിനെ മാർക്ക്. So v0 highest point, u, a is equal to minus g into t. So t is equal to u by g. Okay? പരീക്ഷയ്ക്ക് എത്രയോ പ്രാവശ്യം ചോദിച്ചതാണ്. ഇതിനെയാണ് നമ്മൾ ടൈം ഓഫ് അസെൻഡ് എന്ന് വിളിക്കുക. മുകളിലേക്ക് കയറാൻ എടുത്ത സമയം. യു വെലോസിറ്റിയിൽ ഒരു കല്ലിനെ നേരെ മുകളിലേക്ക് എറിഞ്ഞാൽ മുകളിലേക്ക് ഏറ്റവും ഉയരത്തിലെത്താൻ എടുക്കുന്ന സമയം u by g, ടൈം ഓഫ് അസെൻഡ്. കിട്ടിയ വഴി ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി എത്ര ഉയരത്തിലെത്തും? ഉയരം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഇക്വൽ ടു ഡാഷ്. എസ്സിലാണ് കണ്ടുപിടിക്കാൻ യുവും എയും ബിയും എസും തമ്മിലുള്ള ബന്ധം അല്ലെ? സോ വേഗം നമ്മൾ ഉപയോഗിക്കും v സ്ക്വയർ ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2a. ഓക്കെ, v 0 ഈക്വൽ ടു u അങ്ങനെ തന്നെ. ഇവിടെ മൈനസ് 2gh. എസ് എന്റെ സ്ഥാനത്ത് h കൊടുക്കുക, മാക്സിമം ഉയരം. a ന്റെ സ്ഥാനത്ത് മൈനസ് g കൊടുക്കും. സോ 2gh ഈക്വൽ ടു u സ്ക്വയർ. അതുകൊണ്ട് തിരിച്ചു h is equal to u square by 2g. വെരി ഇമ്പോർട്ടന്റ്, രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പൊ ഒരു കല്ല് മുകളിലേക്ക് അറിയുമ്പോൾ ഈ രണ്ടെണ്ണം ഓർമ്മയിൽ വെച്ചാൽ എന്ത് പ്രോബ്ലം ചെയ്യാം? യു വെലോസിറ്റിയിൽ ഒരു കല്ല് വെർട്ടിക്കലായിട്ട് അപ്പ് ചെയ്താൽ ടൈം ഓഫ് അസെന്റ് ഏറ്റവും ഉയരത്തിലെത്താൻ u by g. അപ്പൊ പ്രോബ്ലം തരുന്നു. 20 മീറ്റർ പെർ സെക്കൻഡിൽ ഒരു കല്ല് മുകളിലേക്ക് എറിഞ്ഞാൽ എത്ര സമയം കൊണ്ട് ഏറ്റവും ഉയരത്തിലെത്തും? g 10 ആയിട്ട് എടുത്തോ. അപ്പൊ 20 മീറ്റർ പെർ സെക്കൻഡിൽ എറിഞ്ഞു. അപ്പൊ u 20 by g 10. 20 2 സെക്കൻഡ് കഴിഞ്ഞാൽ ഏറ്റവും ഉയരത്തിലെത്തും. മനസ്സിലായ? 20 മീറ്റർ പെർ സെക്കൻഡിൽ എറിഞ്ഞാൽ 1 സെക്കൻഡ് കഴിഞ്ഞാൽ 10 മീറ്റർ പെർ സെക്കൻഡ് ആവും. അതിനടുത്ത സെക്കൻഡ് കഴിഞ്ഞാൽ 0 മീറ്റർ പെർ സെക്കൻഡ് ആവും. അപ്പൊ ഏറ്റവും ഉയരത്തിലെത്തും. എത്ര ഉയരത്തിലെത്തും? ഈ ഫോർമുല പോവാ. 20 സ്ക്വയർ ബൈ 2 × 10 400. 20 സ്ക്വയർ 400 ബൈ 2 × 10 20. 400 ബൈ 20 20 മീറ്റർ. അപ്പൊ 20 മീറ്റർ പെർ സെക്കൻഡിൽ ഒരു കല്ല് മുകളിലേക്ക് എറിഞ്ഞാൽ 2 സെക്കൻഡ് എടുത്ത് ഏറ്റവും മുകളിലെത്തും 20 ബൈ 10 എന്നുള്ള ഫോർമുലന്ന്. 20 മീറ്റർ ഉയരത്തിലേക്ക് എത്തും u സ്ക്വയർ ബൈ 2g എന്നുള്ള ഫോർമുല. ഇത് ബൈഹാർട്ട് പഠിച്ചവൻ എൻട്രൻസ് വേഗത്തിൽ എഴുതാം. അല്ലാത്തവർക്ക് ഈ ഫോർമുലയെ കൂടെ മെല്ലെ അവിടേക്ക് എത്താം. നമ്മളെ പരീക്ഷയ്ക്ക് മെല്ലെ എത്തിയാലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ എന്നെ സ്പീഡ് കൂട്ടാൻ ശ്രമിക്കുക. അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട ഫോർമുലകൾ. ഒരു കല്ലിനെ നേരെ മുകളിലേക്ക് എറിഞ്ഞാൽ എത്ര സമയം കഴിഞ്ഞ് മുകളിലെത്തും, എത്ര ഉയരത്തിലേക്ക് എത്തും. സംശയമില്ലല്ലോ ആ ഫോർമുല ഉപയോഗിച്ചത്. ഇതാണ് നമുക്ക് ഈ ഒരു ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആവും. ഇനി തിരിച്ച് താഴേക്ക് വരും. ഫ്രീ ഫോൾ. ഒരു കല്ല് മുകളിൽ നിന്ന് താഴേക്ക് ഇട്ടു. ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇട്ടു എന്നൊക്കെ പറയാം. അങ്ങനെ താഴേക്ക് ഇടുന്നു എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ്ഡ് എന്ന് പറഞ്ഞാൽ u = 0. താഴേക്ക് വരുമ്പോഴും നിർബന്ധമാണ് a = -g തന്നെ എടുത്തോളാം. ഇതാ നല്ലത്, തെറ്റാതിരിക്കാൻ. പക്ഷേ ഈ മൈനസ് ചിലപ്പോൾ ക്യാൻസൽ ചെയ്ത് പോകുന്നത് നിങ്ങൾ കാണും. എന്നാൽ ഇതാണ് ശരിയായ വഴി. താഴേക്ക് വരുമ്പോഴും ആക്സിലറേഷൻ -g തന്നെ ഏറ്റെടുക്കുക. ഇനി ചോദ്യം, അയാൾ താഴത്തേക്ക് എത്താൻ എടുത്ത സമയം തന്നു. t = സമയം തന്നു. t തന്നിട്ടുണ്ട് വിചാരിക്കാം. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണ് ചോദ്യം. താഴേക്ക് എത്തുമ്പോൾ നമുക്ക് ഒന്ന് ഡിസ്പ്ലേസ്മെന്റ് തന്നത് s = h. h ഉയരത്തിൽ നിന്നാണ് താഴേക്ക് വന്നത്. h ഉയരമുള്ള ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നാണ് താഴത്തേക്ക് വന്നത്. അപ്പൊ s = h. ചോദ്യം, എത്ര സമയം കഴിഞ്ഞ് താഴേക്ക് എത്തും, എത്ര വെലോസിറ്റിയിൽ താഴേക്ക് എത്തും? രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. എന്താണ് ഞാൻ പറഞ്ഞത്? h ഉയരത്തിൽ നിന്ന് ഒരു വസ്തുവിനെ ഡ്രോപ്പ് ചെയ്താൽ h ഉയരത്തിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് അപ്പൊ എത്ര? -h തന്നെ എടുക്കണം. ഞാൻ തന്നെ അവിടെ മാറി. താഴേക്കുള്ള ഡിസ്പ്ലേസ്മെന്റും താഴേക്കുള്ള വെലോസിറ്റിയും താഴേക്കുള്ള ആക്സലറേഷനും ഒക്കെ നെഗറ്റീവ്. ഓക്കെ, അപ്പൊ s = താഴേക്ക് ആയതുകൊണ്ടാണ് ഡിസ്പ്ലേസ്മെന്റ് -h ആയിട്ട് എടുത്തത്. ഈ h തരും. ആക്സലറേഷൻ അറിയാം. ഇനീഷ്യൽ വെലോസിറ്റി ഡ്രോപ്പ്ഡ് ആയതുകൊണ്ട് 0. ചോദ്യം, എത്ര സമയം കഴിഞ്ഞ് താഴേക്ക് എത്തും? നമുക്ക് ആദ്യം സമയം കാണാം. എന്താ നമ്മുടെ ഫോർമുല? UAST അല്ലെ? UAST തമ്മിലുള്ള ബന്ധം s = ut + ½ എഴുതാൻ പറ്റിയാൽ രക്ഷപ്പെട്ടു. ഇവിടെ v സമയം u + at ആദ്യം എടുത്തിട്ട് കാര്യമില്ല, വെലോസിറ്റി അറിയില്ല, കണ്ടുപിടിക്കാൻ പോണോ. s ന്റെ സ്ഥാനത്ത് -h. ഓക്കെ, -h തന്നെ എടുക്കണം, +h അല്ല. = u 0 ആയതുകൊണ്ട് ആദ്യത്തെ ടേം 0. u 0 ആയതുകൊണ്ട് ut പോയി.
ഇനി ഇവിടെ a മൈനസ് ടി ആയതുകൊണ്ട് മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ഓക്കെ, സോ മൈനസ് എച്ച് ഈക്വൽ ടു മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്യും. സോ എച്ച് ഈക്വൽ ടു ഹാഫ് ജി ടി സ്ക്വയർ. എന്താ നമുക്ക് കാണേണ്ടത്? ടൈം എത്ര, എച്ച് തമ്മിൽ എത്ര ഉയരത്തുന്നതാണ് താഴത്തേക്ക് വീഴുന്നത്. ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2h by g or t is equal to square root of 2h by g. റൂട്ട് എല്ലാവർക്കും ഉണ്ട്, റൂട്ടൊക്കെ നന്നായിട്ട് വലുപ്പത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ h ഉയരത്തിൽ നിന്ന് ഒരു കല്ല് താഴേക്ക് ഇട്ടാൽ താഴേക്ക് എത്താൻ എടുക്കുന്ന സമയം റൂട്ട് 2h by g. റൂട്ട് 2h by g കൈഹാർട്ട് പഠിച്ചാൽ നല്ലത്. വീണ്ടും ഞാൻ പറയണോ, 100 മീറ്റർ ഉയരത്തിൽ നിന്ന് ഒരു കല്ല് താഴേക്ക് വീഴാൻ എത്ര സമയം എടുക്കും? 100 മീറ്റർ ഉയരമുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് കല്ലെത്താൻ എത്ര സമയം എടുക്കും ഇട്ടാൽ? റൂട്ട് 100 ഇൻറ്റു 2 ഇൻറ്റു 100 ബൈ 10, ജിക്ക് 10 എടുത്താൽ ഉത്തരം 2 ഇൻറ്റു 100 200 ബൈ 10 20, റൂട്ട് 20 സെക്കൻഡ്. റൂട്ട് 20 സെക്കൻഡ് കഴിഞ്ഞ് കല്ല് താഴേക്ക് എത്തും. പോയ വഴി ശ്രദ്ധിച്ചോ. ഇനി എന്താ ചോദ്യം? വാട്ട് ഈസ് ദ വെലോസിറ്റി അറ്റ് ഗ്രൗണ്ട്? അത് മണ്ണിലെത്തുമ്പോൾ എത്ര വെലോസിറ്റി ഉണ്ടാവും? എന്താ ഫോർമുല നമ്മുടെ കയ്യിലുള്ളത്? വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as പോവാ. വി സ്ക്വയർ 0 എന്നല്ല, കണ്ടുപിടിക്കാൻ പോവാണ്. യു സ്ക്വയർ 0 ആണ്. മൈനസ് 2 പ്ലസ് 2 ഇൻറ്റു മൈനസ് ജി ഇൻറ്റു മൈനസ് എച്ച് അല്ലെ? എക്ക് മൈനസ് ജി കൊടുത്തു, എസിന് മൈനസ് എച്ച് കൊടുത്തു. സോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2gh. മൈനസ് മൈനസ് വെട്ടിപ്പോയി. സോ വി ഇസ് ഈക്വൽ ടു റൂട്ട് 2gh. വെരി ഇമ്പോർട്ടന്റ്. എച്ച് ഉയരത്തിൽ നിന്നൊരു കല്ല് താഴേക്ക് ഇട്ടാൽ എത്താൻ എടുക്കുന്ന സമയം റൂട്ട് 2h ബൈ ജി. അത് താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റി റൂട്ട് 2gh. മുകളിലേക്കുള്ള വെലോസിറ്റിയെ പോസിറ്റീവായിട്ട് വിളിച്ചാൽ താഴേക്കുള്ള വെലോസിറ്റിയെ നമ്മൾ നെഗറ്റീവായിട്ട് വിളിച്ചോളണം. അപ്പൊ ഇത് നെഗറ്റീവായിട്ട് ഉത്തരം എഴുതും. ഒരു സംഖ്യയുടെ റൂട്ട് എടുക്കുമ്പോൾ പ്ലസും ഉണ്ടാവും മൈനസും ഉണ്ടാവും. അപ്പൊ താഴേക്ക് എത്തുമ്പോൾ അതിനെ നെഗറ്റീവായിട്ട് എഴുതണം, കാരണം ദിശ താഴേക്കാണ്. എന്താണെങ്കിലും മാഗ്നിറ്റ്യൂഡ് റൂട്ട് 2gh ആണ്. എച്ച് ഉയർത്തും. അപ്പൊ 100 മീറ്റർ ഉയർത്തുന്ന കല്ല് താഴേക്ക് എത്തുമ്പോൾ താഴെത്തുമ്പോഴുള്ള വെലോസിറ്റി എത്രയാന്ന് വെച്ചാൽ റൂട്ട് 2 ഇൻറ്റു 10 ഇൻറ്റു 100. റൂട്ട് 2000 മീറ്റർ പെർ സെക്കൻഡ് ആവും. അത് നെഗറ്റീവ് ആണ് നമ്മൾ കാണിക്കുക, കാരണം ഡയറക്ഷൻ താഴേക്കായിരുന്നു. റൂട്ട് എടുക്കുമ്പോൾ നെഗറ്റീവ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ രണ്ട് ഫോർമുലകൾ, കല്ല് താഴേക്ക് വീഴുമ്പോൾ എച്ച് ഉയർത്തുന്ന ഒരു കല്ല് താഴേക്ക് ഇട്ടാൽ താഴെ എത്താൻ എടുക്കുന്ന സമയം റൂട്ട് 2h ബൈ ജി. താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റി റൂട്ട് 2gh. ഇത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഇതേ വഴി കൂടെ വരിക. പ്രോബ്ലം ചോദിച്ചാൽ ഈ ഫോർമുലകൾ ഉപയോഗിക്കുക. ഇതൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഈ വഴികളൊക്കെ അതേപോലെ അഡാപ്റ്റ് ചെയ്യുക. ഇതൊക്കെ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യം, രണ്ട് വസ്തുക്കൾ, ഒരു വസ്തുവിന്റെ ഇരട്ടി മാസം മറ്റേ വസ്തുവിന്, രണ്ടെണ്ണം ഒരേ ഉയരത്തുനിന്ന് ഡ്രോപ്പ് ചെയ്തു. ആരാണ് താഴേക്ക് എത്തുക ആദ്യം? പരീക്ഷയ്ക്ക് എന്നും ചോദിക്കുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. രണ്ട് വസ്തുക്കൾ, ഒരാളുടെ ഇരട്ടി മാസമാണ് മറ്റേ ആൾക്ക്. ഒരാൾ ലൈറ്റ് ബോഡിയാണ്, മറ്റേ ആൾ ഹെവി ബോഡിയാണ്. രണ്ടാൾക്കാർ ഒരേ ഉയരത്തുനിന്ന് താഴേക്ക്, ഒരേ എച്ചാണ്. താഴത്ത് ആരാദ്യം എത്തും? ആരാദ്യത്തെ രണ്ടാൾക്കാരും ഒപ്പം എത്തും എന്ന് നിങ്ങൾ പറയണം. കാരണം റൂട്ട് 2h ബൈ ജി ആണ്. മാസിനായിട്ട് ബന്ധം എച്ച് സെയിം, ജി സെയിം. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ്. ഒരേ സ്ഥലത്ത് എല്ലാ വസ്തുക്കൾക്കും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സെയിം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തടിയനാണെങ്കിലും, അതായത് ഒരു ആനയും ഉറുപ്പും ഒരേ ഉയരത്തുനിന്ന് താഴേക്കിട്ടാൽ നമ്മൾ ആദ്യം ചാടിക്കറി പറയും ആന ആദ്യം എത്തുന്നു. തെറ്റാണ്. ആനയും ഉറുപ്പും ഒരേ സമയത്താണ് എത്തുക. കണ്ടീഷൻ ഉണ്ട്, ഫ്രീലി ഫോളിംഗ് ആവും. ഗ്രാവിറ്റി മാത്രം കൺട്രോൾ ചെയ്യണം. അതിന്റെ ഇടയിൽ ഒരു വായുവിന്റെ റെസിസ്റ്റൻസ് ബാധിക്കുമെങ്കിൽ, കാറ്റടിക്കുന്നത് ബാധിക്കുമെങ്കിൽ, നിങ്ങൾ പറയുന്ന പോലെ ആന ആദ്യത്തും ഉറുപ്പ് കുറച്ച് കഴിഞ്ഞിട്ട് എത്തുള്ളൂ. കാരണം ഉറുപ്പ് ഇങ്ങനെ പറന്ന് പോകും. അത് എയറിന്റെ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ്. എയർ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഫ്രീലി ഫോളിംഗ് എന്ന് പറയുന്നത്. എയർ റെസിസ്റ്റൻസ് നെഗ്ലക്ട് ചെയ്യുമ്പോഴാണ് ഫ്രീലി ഫോളിംഗ്. ഗ്രാവിറ്റി മാത്രം കൺട്രോൾ ചെയ്യാന്ന് പറയും. ഗ്രാവിറ്റി മാത്രം കൺട്രോൾ ചെയ്യുമ്പോൾ മാസിനേറ്റ് ഇൻഡിപെൻഡന്റ് ആണ്. ഫോളിംഗ് ടൈം ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ്. ശ്രദ്ധിക്കുക. താഴത്തെത്തുന്ന സ്പീഡ്, ആനയും ഉറുമ്പും താഴത്തെത്തുന്ന സ്പീഡ് സെയിം തന്നെ ആയിരിക്കും. കാരണം രണ്ടാൾക്കാർ ഒരേ ഹൈറ്റ് എന്നാണ് താഴത്തേക്ക് എത്തിയത്. അപ്പൊ ഈ പ്രോബ്ലങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വാല്യൂസ് ഒക്കെ അറിയാം. ഇനി NCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ, നിങ്ങളോട് ക്വിസിൽ ചോദിച്ച ചോദ്യം, 2 കൊല്ലം പബ്ലിക് എക്സാമിനേഷന് മുമ്പ് ചോദിച്ച ചോദ്യം, റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യം. ആ ചോദ്യം ചെയ്താൽ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ കുറെ മാറും. ആ ക്വസ്റ്റ്യൻ ഇതാണ്: 25 മീറ്റർ ഉയരമുള്ള ബിൽഡിംഗ്, 25 മീറ്റർ ഉയരമുള്ള ബിൽഡിംഗ്
ഇതിന്റെ മുകളിൽ നിന്ന് ഒരു കല്ല് മുകളിലേക്ക് എറിഞ്ഞു വിത്ത് 20 മീറ്റർ പെർ സെക്കൻഡ്. 20 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ 25 മീറ്റർ ഉയരത്തിലുള്ള ഒരു ബിൽഡിംഗിൽ നിന്ന് ഒരു കല്ലിനെ നേരെ മുകളിലേക്ക് എറിഞ്ഞു. ചോദ്യം, ഈ കല്ല് പോയി ഇങ്ങോട്ട് തിരിച്ചു വരും, ഗ്രൗണ്ടിലെത്തും. തിരിച്ച് ഗ്രൗണ്ടിലെത്താൻ എടുക്കുന്ന സമയം, ടൈം ടേക്കൺ ടു റീച്ച് ദ ഗ്രൗണ്ട് ആൻഡ് ദ മാക്സിമം ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട്. ആ കല്ല് എത്ര ഉയരത്തിൽ ഗ്രൗണ്ടിൽ നിന്നെത്തും, എത്ര സമയം കഴിഞ്ഞ് ഗ്രൗണ്ടിലെത്തും. NCERT ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, നിങ്ങളോട് ക്വിസിലും ചോദിച്ചത്. ഡേ വാല്യൂസ് തന്നെ. 25 മീറ്റർ ഉയരമുള്ള ബിൽഡിംഗിന്റെ മുകളിൽ നിന്ന് 20 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ ഒരു കല്ലിനെ നേരെ മുകളിലേക്ക് എറിഞ്ഞാൽ എത്ര സമയം കഴിഞ്ഞ് ഗ്രൗണ്ടിലെത്തും, എത്ര ഉയരത്തില്, ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഉയരത്തിൽ എത്തിയിട്ടുണ്ടോ, മാക്സിമം ഉയരം ഗ്രൗണ്ടിൽ നിന്ന് എത്ര, ഈ ബിൽഡിംഗിൽ നിന്നല്ല, ഗ്രൗണ്ടിൽ നിന്ന് എത്ര. ഇതാണ് 2 ചോദ്യം. 3 മാർക്കിന്റെ പ്രോബ്ലം ആയിരുന്നു. നോക്കാം നമുക്ക് ചെയ്യാൻ. നന്നായി ഒന്നും അറിയാത്തൊരു കുട്ടിയാണെങ്കിൽ ഇപ്പൊ നന്നായി ശ്രദ്ധിച്ചിരിക്കാം. ഇത് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ആ വിഷമം മാറും. മുകളിലേക്കാണ് ആദ്യം പോയത് അല്ലെ, ആദ്യം പോയത് മുകളിലേക്കാണ്. അപ്പൊ അതുകൊണ്ട് u ഈക്വൽ ടു പോസിറ്റീവ് ആണ്, പോസിറ്റീവ് ഡയറക്ഷൻ ആണ് മുകളിൽ. u മുകളിലേക്കാണല്ലോ, ഇനിഷ്യൽ വെലോസിറ്റി മുകളിലേക്കല്ലേ കൊടുത്തത്. u ഈക്വൽ ടു 20 മീറ്റർ പെർ സെക്കൻഡ്, പോസിറ്റീവ് ആണ്. ഗ്രാവിറ്റിയുടെ അണ്ടറിലാണ് പോകുന്നത്. സോ a ഈക്വൽ ടു മൈനസ് g ആണ്. തൽക്കാലം മൈനസ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എടുക്കാം. ജീനെ 10 ആയിട്ട് എടുക്കാം സൗകര്യത്തിൽ. എളുപ്പത്തിന് നിങ്ങൾ 10 നിർത്താം പല പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോൾ. 9.8 എടുത്താൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പൊ u അറിയാം, a അറിയാം. ഇനി തിരിച്ച് ഭൂമിയിലെത്തി എന്നാ പറഞ്ഞത്. ഈ ഭൂമിയിലെത്താൻ എത്ര സമയം എടുക്കും? ആദ്യം സമയമാണ് ചോദിച്ചതെങ്കിൽ താഴത്തേക്ക് എത്താൻ എത്ര സമയം എടുക്കും? നിങ്ങൾക്ക് താഴത്തേക്ക് എത്തുമ്പോൾ ഉണ്ടായ ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ച് വല്ല ധാരണയുണ്ടോ? മുകളിലേക്ക് പോയി താഴേക്ക് എത്തുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എത്രയാവും? മുകളിലേക്ക് പോകുമ്പോൾ ഒരു പോസിറ്റീവ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, ഇവിടെ ഒരു പ്ലസ് ഉണ്ട്, ആ പ്ലസ് എച്ച് ഉണ്ട്, പ്ലസ് എച്ച് ഈ ഉയരം. തിരിച്ചത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും അത് മൈനസ് എച്ച് കൂടി വരും അല്ലെ. ഈ പ്ലസ് എച്ചും ഈ മൈനസ് എച്ചും ക്യാൻസൽ ചെയ്ത് പോയി. ഇനി ബാക്കി ഇത്ര ഉണ്ട്. ഇത് എത്രയാ? 25 മീറ്ററാണ്. താഴേക്കല്ലേ, താഴേക്ക് ആയതുകൊണ്ടാണ് മൈനസ് എച്ച് എന്ന് വിളിച്ചത്. മുകളിലേക്ക് പോകുമ്പോൾ പ്ലസ് എച്ച്, അവിടുന്ന് താഴേക്ക് ഇറങ്ങി ഈ ബിൽഡിംഗിന്റെ ഈ ഉയരത്തിലേക്ക് എത്തിയപ്പോൾ മൈനസ് എച്ച്, ഇത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് പോയി. താഴേക്ക് ഇത്രയും കൂടി. അപ്പൊ ഇതാണ് ഇയാളുടെ ഡിസ്പ്ലേസ്മെന്റ്. റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദിസ്. ഇനീഷ്യൽ പൊസിഷൻ ഈസ് ദിസ്, ഫൈനൽ പൊസിഷൻ ഈസ് ദിസ്, ഫൈനൽ മൈനസ് ഇനീഷ്യൽ ഈസ് ഈ ഡിഫറൻസ്. അത് എത്രയാ? ഫൈനൽ 0, ഇനീഷ്യൽ 25 മീറ്റർ. സോ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു മൈനസ് എച്ച് ആണ്. മൈനസ് എച്ച് ഞാൻ എഴുതുന്നില്ലെങ്കിൽ കൺഫ്യൂഷൻ ആക്കാതിരിക്കാം. മൈനസ് 25 മീറ്റർ. 25 മീറ്റർ നിർത്താൻ തെറ്റും. മൈനസ് 25 മീറ്റർ തന്നെ എഴുതണം. കാരണം ഡിസ്പ്ലേസ്മെന്റ് താഴേക്കാണ്, മുകളിലേക്കുള്ളതിനെ പോസിറ്റീവ് ആയിട്ട് എടുത്തു, താഴേക്കുള്ളത് മൊത്തം ഇതിൽ ഈ ഭാഗം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോ ഇവിടുന്ന് ഇങ്ങനെയാണ് ആകണ്ടായ ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ ഉണ്ടായിരുന്ന ആൾ ഇവിടെ എത്തല്ലേ ചെയ്തത്. ഡിസ്പ്ലേസ്മെന്റ് ഇതാണ്, താഴേക്ക് ആയതുകൊണ്ട് മൈനസ് 25 മീറ്റർ ഈ ബിൽഡിങ്ങിന്റെ ഉയരം. അപ്പൊ u അറിയാം, a അറിയാം, s അറിയാം. കണ്ടുപിടിക്കേണ്ടത് ടൈം എത്ര സമയം കഴിഞ്ഞ് മണ്ണിലെത്തും. ഏതാ ഫോർമുല ഉപയോഗിക്കുക? UAST അല്ലെ. അപ്പൊ വേഗം വരും. s ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at സ്ക്വയർ എന്ന് മനസ്സിൽ വന്നാൽ നമുക്ക് 1/2 മാർക്കോ 1 മാർക്കോ കിട്ടും. s ന് പകരം മൈനസ് 25 ഈക്വൽ ടു യൂണിറ്റ് ഒക്കെ കറക്റ്റ് അല്ലേ നോക്കുക, എല്ലാ SI സിസ്റ്റത്തിലാണ്. u ന് പകരം 20, t അറിയില്ല അവിടെ കടന്നോട്ടെ. a ക്ക് പകരം മൈനസ് 10 ആണ്. അപ്പൊ മൈനസ് ഹാഫ് ഇൻറ്റു 10, ഞാൻ വേഗം എഴുതാണ്, ഹാഫ് ഇൻറ്റു 10 5 t സ്ക്വയർ. ഓക്കെ, ഇതൊന്നുകൂടി വൃത്തിയാക്കി ഇതിങ്ങോട്ട് കൊണ്ടുവരാം. സോ 5 t സ്ക്വയർ ഹാഫ് ഇൻറ്റു 10നെയാണ് ഞാൻ 5 എന്ന് എഴുതിയത്. നെഗറ്റീവ് സൈൻ അവിടെ കൊടുത്തു, ആക്സലറേഷൻ നെഗറ്റീവ് ആയിരിക്കും. ഇത് ഇങ്ങോട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുമ്പോൾ 5 t സ്ക്വയർ, ഇത് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് 20t മൈനസ് 25 ഈക്വൽ ടു 0. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഒന്നുകൂടി വേണമെങ്കിൽ വൃത്തിയാക്കി എഴുതാം. എല്ലാത്തിനും 5 കൊണ്ട് ഇരിക്കാം. സോ ടി സ്ക്വയർ മൈനസ് 5 കൊണ്ട് അടിച്ചു. ഇവിടെ 20 5 കൊണ്ട് അടിച്ചാൽ 4t. നിങ്ങൾ സ്കൂൾ പഠിച്ചിട്ടുണ്ട്, ഹൈസ്കൂൾ. ഇവിടെ 5 കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ 5. അപ്പൊ 5 t സ്ക്വയറിനെ 5 കൊണ്ട് അടിച്ചപ്പോൾ ടി സ്ക്വയർ ആയി. 20t 5 കൊണ്ട് അടിച്ചപ്പോൾ 4t, 25 5 കൊണ്ട് അടിച്ചപ്പോൾ 5 ആയി. സൈനൊക്കെ ശ്രദ്ധിച്ചോളൂ. ഇനി നമ്മുടെ ഫോർമുല ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ x ഇസ് ഈക്വൽ ടു മൈനസ് b പ്ലസ് ഓർ മൈനസ് റൂട്ട് b സ്ക്വയർ മൈനസ് 4ac അല്ലെ ബൈ 2a. ഈ ഫോർമുല എപ്പോഴും ഓർമ്മ ഉണ്ടാവും. അപ്പൊ അതിന്റെ സ്ഥാനത്ത് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ x ന്റെ സ്ഥാനത്ത് t ആണ്. t ഇസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം? മൈനസ് b, bx എന്നുള്ളത് ഇതാണ്. അപ്പൊ t ന്റെ കോഎഫിഷ്യന്റ് മൈനസ് 4 ആണ്. സോ മൈനസ് 4ന്റെ മൈനസ്, സോ 4. b ഇസ് ഈക്വൽ ടു മൈനസ് 4 ആണ്. അപ്പൊ മൈനസ് b ഇസ് ഈക്വൽ ടു 4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ, അപ്പൊ 4 സ്ക്വയർ 16 മൈനസ് 4ac. a എത്രയാ? 1. നമ്മുടെ ടി സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്. സിന്റെ സ്ഥാനത്ത് ഇവിടെ മൈനസ് 5 ആണ്. സോ 4 ഇൻറ്റു 1 ഇൻറ്റു മൈനസ് 5, 4 ഇൻറ്റു മൈനസ് 5 ഈസ് മൈനസ് 20. ഇനി അത് ഇവിടെ മൈനസ് ആണ്. സോ പ്ലസ് 20.
അതൊക്കെ സൂക്ഷിച്ച് ചെയ്തോളണം. ബൈ 2a എന്റെ സ്ഥാനത്ത് 1 ആയതുകൊണ്ട് 2 into 1 2. So that's equal to 4 plus or minus root 36 by 2. Answer is 4 plus or minus root 36 എത്രയാണോ 6 by 2. That's equal to 10 by 2. 4 6 10 by 2. 4 minus 6 എടുക്കണോ? 4 minus 6 എടുത്താൽ -2 ആയി. -2 പറ്റുമോ സമയത്തിലേക്ക് എടുക്കുമ്പോൾ? -2 by 2 എന്ന് പറഞ്ഞാൽ -1 സെക്കൻഡ് വരും. ഒരിക്കലും ടൈം നെഗറ്റീവ് വാല്യൂ നമ്മൾ എടുക്കില്ല, സമയത്തിന് നെഗറ്റീവ് ഇല്ല. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോൾ രണ്ട് ഉത്തരങ്ങളിൽ ഒന്ന് നെഗറ്റീവ് ആയി പോയതുകൊണ്ട് അതിനെ ഒഴിവാക്കി. ബാക്കിയുള്ള 4 6 10 by 2 പോസിറ്റീവ് ആണ്. 5 സെക്കൻഡ്. അപ്പൊ 5 സെക്കൻഡ് കഴിഞ്ഞാലാണ് ഈ കല്ല് താഴേക്ക് എത്തുക. 25 മീറ്റർ ഉയരമുള്ള ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് 20 മീറ്റർ പെർ സെക്കൻഡിൽ നേരെ മുകളിലേക്ക് എറിഞ്ഞ കല്ല് 5 സെക്കൻഡ് കഴിഞ്ഞ് ഗ്രൗണ്ടിൽ പതിക്കും. ഇതാണ് നല്ല ഒരു പ്രോബ്ലം ചെയ്തതിന്റെ ഉത്തരം. ഇനി മറ്റൊരെളുപ്പമാണ്. ഏറ്റവും ഉയരത്തെത്തും. ഇവിടുന്ന് എത്ര ഉയരത്തും? എന്നിട്ട് നമുക്ക് അതിനോട് 25 മീറ്റർ കൂട്ടിയാൽ മതിയല്ലോ മുകളിലേക്ക് എത്താൻ. അപ്പൊ 20 മീറ്റർ പെർ സെക്കൻഡ് ഉയരത്തിലേക്ക് ഇറങ്ങിയാൽ ഇത് വേറെ ക്വസ്റ്റൻ ആണ്. ഇതിനായിട്ടൊന്നും ചർച്ചയില്ല. 20 മീറ്റർ പെർ സെക്കൻഡിൽ മുകളിലേക്ക് ഇറങ്ങിയാൽ ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി എത്രയാണ്? അപ്പൊ u ഈക്വൽ ടു വേറെ 20 മീറ്റർ പെർ സെക്കൻഡ് ഹയസ്റ്റ് പോയിന്റ് ഇവിടുത്തെ v ഈക്വൽ ടു 0 അല്ലെ? സോ v ഈസ് ഈക്വൽ ടു 0. u അറിയാം, v അറിയാം. a ഈസ് ഈക്വൽ ടു മൈനസ് g ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. വാട്ട് ഈസ് ദ ഹൈറ്റ്? h ഈക്വൽ ടു ഈ പറഞ്ഞ h എത്രയാവും വരിക? h ഈസ് ഈക്വൽ ടു s ഈക്വൽ ടു ഡാഷ് UVAS formula v square equal to u square plus 2as. 0 equal to ഇവിടുത്തെ വെലോസിറ്റി ഉണ്ട്, ഇവിടുത്തെ വെലോസിറ്റി അല്ല, ഈ എത്തുന്നവരെ ഈ ഗ്യാപ്പിൽ. സോ 0 equal to u square is 400. ഏഴ് സ്ഥാനത്ത് മൈനസ് കൊടുത്തു, അപ്പൊ മൈനസ് 20s. 2 into 10 20 നെഗറ്റീവ് സൈൻ ആണ്. സോ s equal to 400 by 20 that's equal to 20 മീറ്റർ. h is equal to ഈ ഉയരം 20 മീറ്റർ ആണ്. അപ്പൊ 20 മീറ്റർ പെർ സെക്കൻഡിന് മുകളിലേക്ക് എറിഞ്ഞാൽ നമ്മൾ നേരത്തെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. മുകളിലെത്തുന്ന ഉയരം ഈസ് 20 മീറ്റർ. യു സ്ക്വയർ ബൈ 2g എന്നുള്ള ഫോർമുല കൊടുത്താൽ മതി. നേരത്തെ നമ്മൾ എഴുതിയൊന്ന് റൗണ്ട് ചെയ്തിട്ട് യു സ്ക്വയർ ബൈ 2g. അപ്പൊ യു സ്ക്വയർ 200 ബൈ 2g 20. 200 ബൈ 20 20. അപ്പൊ 20 മീറ്റർ ഉയരത്തിലെത്തും. അപ്പൊ ആകെ ഉയരം എത്ര? ക്വസ്റ്റ്യനിൽ വെച്ചത് ഗ്രൗണ്ടിൽ നിന്ന് ആകെ ഉയരം എത്ര? ഗ്രൗണ്ടിൽ നിന്ന് 25 മീറ്റർ ഉയരമുണ്ട് ബിൽഡിംഗ്, പ്ലസ് ഒരു 20 മീറ്റർ കൂടി ഇപ്പൊ പൊന്തി. സോ ആൻസർ ഈസ് 45 മീറ്റർ എന്നാണ് ഉത്തരം എഴുതുന്നത്. അപ്പോ ചോദ്യം അവസാനിപ്പിക്കുന്നു. കല്ലിനെ നേരെ മുകളിലേക്ക് എറിഞ്ഞാൽ എത്ര ദൂരത്തിണ്ടാവും? ഗ്രൗണ്ടിൽ നിന്ന് 45 മീറ്റർ ഉയരത്തിലേക്ക് പൊന്തിയതിനു ശേഷം തിരിച്ച് ഗ്രൗണ്ടിലെത്തും. ഈ എറിഞ്ഞിട്ട് ഗ്രൗണ്ടിൽ എത്താൻ എടുക്കുന്ന സമയം 5 സെക്കൻഡ് ആണ്. ഈ 5 സെക്കൻഡിൽ മുകളിലേക്ക് എത്താൻ എത്ര സമയം എടുക്കും? ഇവിടുന്ന് ഇവിടേക്കെത്താൻ എത്ര സമയം എടുക്കും? നിങ്ങൾക്ക് ഏത് ഫോർമുല ഉപയോഗിക്കാം? b സമം u പ്ലസ് a2 ഉപയോഗിച്ചാൽ a2 ഉയരത്തിലേക്ക് 45 മീറ്ററുള്ള ആ ഉയരത്തിലേക്ക് എത്താൻ b 0 കൊടുക്കുക, u 20 കൊടുക്കുക, മൈനസ് 10 t. സോ t is equal to 20 by 10 2 സെക്കൻഡ്. അപ്പോ 2 സെക്കൻഡ് എടുത്തിട്ട് a2 ഉയരത്തിലെത്തും. പിന്നെ ഒരു 3 സെക്കൻഡ് എടുത്തിട്ട് താഴത്തേക്ക് വരിക. അപ്പൊ ഈ 2ഉം 3ഉം കൂടിയിട്ട് മൊത്തം 5 സെക്കൻഡ് വന്നു. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. 20 മീറ്റർ പെർ സെക്കൻഡിൽ മുകളിൽ എറിഞ്ഞാൽ 2 സെക്കൻഡ് കഴിഞ്ഞ് a2 ഉയരത്തിലെത്തും. പിന്നെ ഒരു 3 സെക്കൻഡ് കൂടി കഴിഞ്ഞിട്ടാണ് ഗ്രൗണ്ടിലേക്ക് എത്തുക. അത് കിട്ടാൻ കാരണം മൊത്തം 5 സെക്കൻഡ് ഇവിടെ കിട്ടിയുള്ളൂ. അപ്പൊ ഈ മുകളിൽ നിന്ന് ഏറ്റവും ഉയർത്തുന്ന ഗ്രൗണ്ടിലേക്ക് എത്താൻ 5 കഴിഞ്ഞിട്ട് 5ലെ 2 സെക്കൻഡ് കഴിഞ്ഞാൽ ബാക്കി 3 സെക്കൻഡ് ആണ് ടൈം ഓഫ് ഡിസെന്റ്. ടൈം ഓഫ് അസെന്റ് 2 സെക്കൻഡ്, ടൈം ഓഫ് ഡിസെന്റ് എത്ര ഉയർത്തുന്ന മണ്ണിലേക്ക് എത്തുമ്പോഴേക്കും 3 സെക്കൻഡ് കൂടി ഇട്ടാണ് 5 സെക്കൻഡ് മൊത്തമായത്. ഇതൊക്കെ ആ പ്രോബ്ലം ഇമ്പോർട്ടന്റ് ആണ് എന്ന് കാണിക്കുന്നു. ഇത് ടെക്സ്റ്റ് ബുക്കിലെ NCERT-യിലെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളൊന്ന് ചെയ്തു. ഇനി ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് പരിശീലിക്കുക. പ്രോബ്ലങ്ങളുടെ വീഡിയോകൾ ഒന്നും കൂടി കാണുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരു മെസ്സേജ് ഇടുക, അതിന് ഉത്തരം അപ്പോൾ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മളെ ചാപ്റ്റർ മോഷൻ അലോങ് എ സ്ട്രൈറ്റ് ലൈൻ ഞാൻ ഇവിടെ ഫിനിഷ് ചെയ്യാണ്. പ്രോബ്ലങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നു. അതിന് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാമെന്ന് ഉറപ്പും വരുത്തുന്നു. ഓക്കെ, താങ്ക് യു. Thank you, sir.